ഏതൊക്കെ സാധ്യതകളുണ്ട്, ഏതൊക്കെ മേഖലകളുണ്ട്, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഞാൻ നടത്തുന്നതായിരിക്കും. അതിനും ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ററാക്ഷൻ ഉള്ള നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള അവസരം കൂടി നൽകുന്നതാണ്. നമുക്ക് പിന്നെ ട്രെയിനിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഒരിക്കൽ കൂടി വിസ്മയുടെ ഭാരവാഹികളോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ലോക പ്രശസ്ത സയന്റിസ്റ്റും ആയിരുന്ന ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന APJ അബ്ദുൽ കലാം സാർ. APJ അബ്ദുൽ കലാം സാറിന്റെ പ്രശസ്തമായ ഒരു കോട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. Never stop fighting until you reach the destined place. That is the unique you. Have aim in life, continuously acquire knowledge, and have perseverance to realize the great life. സാറിന്റെ വളരെ അർത്ഥവത്തായ ഒരു കോട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. സ്റ്റോപ്പ് ഫൈറ്റിംഗ്. നിങ്ങൾ നിങ്ങളുടെ ഫൈറ്റ് നിർത്തരുത്. നിങ്ങൾ നിങ്ങളുടെ സമരം, നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ പോരാട്ടം നിങ്ങൾ നിർത്തരുത്. Until you reach the destined place. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ, നിങ്ങളുടെ ഫൈറ്റ് നിർത്തരുത്, പോരാട്ടം നിർത്തരുത്. ദാറ്റ് ഈസ് ദ യുണീക്ക് യു. ആ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഐഡന്റിറ്റിയുള്ള നിങ്ങളുടെ വ്യക്തിത്വമാണ്. വ്യത്യസ്തമായ ഒരുപാട് കഴിവുകളും ഗുണങ്ങളും പ്രാപ്തികളൊക്കെ ഉള്ള നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. ആ ലക്ഷ്യസ്ഥാനം എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ പോരാട്ടം, സമരം നിർത്തരുത്, കഠിനാധ്വാനം നിർത്തരുത്. ഹാവ് എയിം ഇൻ ലൈഫ്. ജീവിതത്തിലുടനീളം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും നമുക്ക് ലക്ഷ്യം വേണം. നമ്മളെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ലക്ഷ്യം വേണം. നമ്മളെ ബിസിനസ്സിലും നമ്മളെ പ്രൊഫഷനിലും നമ്മളെ ജോബിലൊക്കെ കൃത്യമായൊരു പ്ലാനിങ്, ഒരു സ്റ്റുഡന്റിന്റെ ലൈഫിൽ കൃത്യമായൊരു പ്ലാൻ വേണം. നമ്മൾക്ക് ലൈഫിന് ഒരു സോഷ്യൽ ഗോൾ വേണം. നമ്മൾ ജീവിക്കുന്ന നമ്മളെ ജീവിതം അർത്ഥവത്താവണമെങ്കിൽ സാമൂഹിക ബോധത്തോടു കൂടി നമുക്കൊരു ലക്ഷ്യം വേണം. ഇങ്ങനെ ലക്ഷ്യമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ മാച്ച് പോലെയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലക്ഷ്യമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഒരു ഫുട്ബോൾ മത്സരം പോലെയാണ്. രണ്ട് ഗോൾ പോസ്റ്റുകളും ഇല്ലാതെ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവിടെ ജയം പരാജയം നിർണ്ണയിക്കാനോ അതൊരു മത്സരം തന്നെ ആവില്ല. അത് വെറും ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കും. അപ്പോ ഹാവ് എയിം ഇൻ ലൈഫ്. ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം വേണം. കണ്ടിന്യൂസ്ലി അക്വയർ നോളജ്. ജീവിതത്തിൽ ഉടനീളം നമ്മൾ അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം, പുതിയ പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കണം. ഒരു ഇലക്ട്രീഷ്യൻ, ഒരു പ്ലംബർ, ഒരു ഇലക്ട്രീഷ്യൻ, അയാള് ആ ഒരു ഫീൽഡിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിലും അല്ലെങ്കിൽ പ്ലംബിങ്ങിലും അതുമായി ബന്ധപ്പെട്ട പുതിയ ട്രെൻഡുകൾ, പുതിയ രീതികൾ, പുതിയ മെത്തേഡുകൾ അയാൾക്ക് അറിയില്ലെങ്കിൽ ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ടറോ നല്ലൊരു എഞ്ചിനീയറോ അയാളെ ജോലിക്ക് വിളിക്കില്ല. അയാൾക്ക് ചെറിയ ചെറിയ പണികൾ മാത്രം എടുത്തുകൊണ്ട് ഒരു പേരിന് ഒരു ഇലക്ട്രീഷ്യനായി, പ്ലംബറായി ജീവിക്കാം. അപ്പോ ഒരു അധ്യാപകനാവട്ടെ, ഒരു ഡിസൈനർ ആവട്ടെ, എഞ്ചിനീയറോ ഡോക്ടറോ ഏതൊരു പ്രൊഫഷനിലുള്ള ആളുമാവട്ടെ, അയാള് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. കലാം സാറുടെ കോട്ട് പറയാണ്, കലാം സാർ അവതരിപ്പിക്കുകയാണ്, കണ്ടിന്യൂസ്ലി അക്വയർ നോളജ്. സ്ഥിരമായി ജീവിതത്തിലുടനീളം നമ്മൾ അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യണം. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. വിജയത്തിലേക്ക് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. നമ്മൾ വിജയിക്കണോ, നമ്മൾ അധ്വാനിക്കണം. മെജോറിറ്റി പീപ്പിൾ സീക്ക് ഷോർട്ട് കട്ട്. ലോകത്തെവിടെയും ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് കട്ട് തേടി പോവാണ്. നമുക്കറിയാം, MLM ബിസിനസ് ഒക്കെ കേൾക്കുമ്പോ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളൊക്കെ കേൾക്കുമ്പോ പല പല കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്.
നമ്മളതിന്റെ ഗുണവും ദോഷവും നോക്കാതെ നല്ല MLM കമ്പനികൾ ഉണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ മണി ചെയിൻ മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് MLM കമ്പനികളുണ്ട്. നമ്മളതിന്റെ ഗുണവും ദോഷവും നോക്കാതെ നമ്മളതിന്റെ മീറ്റിങ്ങിന് പോയി മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇൻകം കിട്ടാൻ വേണ്ടി, കൂടുതൽ അധ്വാനിക്കാതെ കൂടുതൽ മെനക്കെടാതെ വരുമാനം കിട്ടാൻ വേണ്ടി. എന്നുവെച്ചാൽ നമ്മളൊക്കെ ഷോർട്ട് കട്ട് സീക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ലൈഫിൽ എവിടെയും നമ്മൾ വിജയിക്കണോ കഠിനാധ്വാനം ചെയ്താൽ മതിയാവും. ആൻഡ് ഹാർഡ് വർക്ക്, ഹാവ് പെർസീവിയറൻസ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ലക്ഷ്യബോധമുണ്ട്, അപ്ഡേറ്റും ജീവിതത്തിലുടനീളം നമ്മൾ അറിവ് നേടുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നാലാമതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഹാവ് പെർസീവിയറൻസ്. സ്ഥിരോത്സാഹം. നമ്മളെ ബാറ്ററിയിലെ ചാർജ് തീരരുത്. നമ്മൾ മൊബൈലിൽ നമ്മൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ എപ്പോൾ നമ്മളിങ്ങനെ ബാറ്ററി ഫില്ല് ചെയ്യും. മൊബൈലിൽ ഒരു 20-30% ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, നമ്മൾ വേഗം ചാർജ് ചെയ്യും. നമ്മൾ 100% ചാർജ് ആക്കുമ്പോൾ നമുക്ക് ഹാപ്പിയാണ് നമ്മുടെ മൊബൈൽ. പക്ഷെ ഞാൻ ചോദിക്കാണ്, നമ്മൾ ചാർജ്ഡ് ആണോ? നമ്മൾ എപ്പോഴും ചാർജ്ഡ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം. ഒരാള് ബിസിനസ് തുടങ്ങി, ഒരാള് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ റോൾ ചെയ്ത് ഫണ്ടൊക്കെ റോൾ ചെയ്ത് അയാൾ സ്വന്തം കയ്യിലുള്ള ക്യാഷൊക്കെ സ്വരൂപിച്ച് ഒരാൾ ബിസിനസ് തുടങ്ങി. ഒരു വർഷം കൊണ്ട് അത് പൂട്ടിപ്പോവാൻ. ചിലപ്പോ 20 ലക്ഷത്തിന്റെ ബിസിനസ് പൂട്ടുമ്പോൾ അയാൾക്ക് അതിന് തിരിച്ചു കിട്ടുന്നത്, ആ ഇന്റീരിയർ വർക്കും മറ്റേ സ്റ്റോക്കും ഒക്കെ റിയലൈസ് ചെയ്താൽ തിരിച്ചു കിട്ടുന്നത് ചിലപ്പോ 6-7 ലക്ഷമായിരിക്കും. ബാക്കി 13 ലക്ഷം ലോസാണ്. ഇനി മതി, എനിക്ക് ബിസിനസ് ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഇനി പറ്റുന്ന ജോലി ചെയ്യാം, ഒരു റിസ്ക് എടുക്കാനല്ല കിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരാളാണോ ബിസിനസ്മാൻ? അങ്ങനെ ഒരാളാണോ ബിസിനസ്മാൻ? ഒരിക്കലുമല്ല. ചിലരെന്ത് ചെയ്യും, വീണ്ടും 5-10 ലക്ഷം റോൾ ചെയ്ത് വീണ്ടും ഒരു ബിസിനസ് തുടങ്ങും. ആ ഒരു ബിസിനസ് ചിലപ്പോൾ അയാൾക്ക് ട്രാക്കായി കിട്ടാൻ 3 കൊല്ലം. അപ്പൊ ടോട്ടൽ 4 കൊല്ലം ഇയാളെ എഫേർട്ട് ഇട്ടിട്ടാണ് ഇയാൾക്ക് വരുമാനം കിട്ടുന്നത്. അതുവരെ ഇയാളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ശമ്പളം മാത്രമേ ഇയാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മള് സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ചാർജ്ഡ് ആയിരിക്കണം, നമുക്ക് എനർജി ഉണ്ടാവണം, നമുക്ക് നിരാശ വരാതെ, പഠിപ്പ് വരാതെ, അലസത വരാതെ നമ്മൾ നമ്മളെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇത് കലാം സാറിന്റെ കോട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ടു റിയലൈസ് ദ ഗ്രേറ്റ് ലൈഫ്. ഇതൊക്കെ എന്തിനാണ്? ടു റിയലൈസ് ദ ഗ്രേറ്റ് ലൈഫ്, മഹത്തായ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ. നമ്മുടെ ജീവിതം വളരെ മഹത്തരമാണ്. സൃഷ്ടാവ് പടച്ച തമ്പുരാൻ നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ജീവിതമാണ് നമ്മുടെ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥവത്തായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഐഡന്റിറ്റി വേണം, നമ്മുടെ ജീവിതത്തിന് ഉദ്ദേശം വേണം, ലക്ഷ്യബോധം വേണം. അങ്ങനെ ഈ മഹത്തായ ജീവിതം സാക്ഷാത്കരിക്കുക. അപ്പൊ കലാം സാറിന്റെ കോട്ട് പറയാണ്, ഒന്നുകൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നമ്മൾ നമ്മളുടെ പോരാട്ടം നിർത്തരുത്. ആ ലക്ഷ്യസ്ഥാനത്ത് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഐഡന്റിറ്റിയുള്ള നമ്മുടെ വ്യക്തിത്വമാണ്, നിരവധി കഴിവുകളുള്ള നമ്മുടെ വ്യക്തിത്വമാണ്. അപ്പൊ ആ വ്യക്തിത്വമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അത് കണ്ടെത്തണം എന്നാണ് കലാം സാർ പറയുന്നത്. ലക്ഷ്യബോധം വേണം, ജീവിതത്തിലുടനീളം നമ്മൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, അതുപോലെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, സ്ഥിരോത്സാഹം വേണം. ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് മഹത്തായ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും. സ്റ്റുഡൻസിനോട് പറയാനുള്ള ഏറ്റവും നല്ലൊരു ഉദ്ധരണിയാണ് ഞാൻ പങ്കുവച്ചത്. നമുക്ക് നിങ്ങളുടെ 10th ക്വാളിഫൈ ചെയ്തു, നിങ്ങളുടെ +2 ക്വാളിഫൈ ചെയ്തു, നല്ല മാർക്കുള്ള കുട്ടികൾ ഉണ്ടാവാം, കൂടുതൽ A+ഉം Aയും ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. കുറച്ച് മാർക്ക് കുറഞ്ഞവരൊക്കെ അങ്ങനെ തന്നെ, മാർക്ക് കൂടിയവരും മാർക്ക് കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് വാട്ട് നെക്സ്റ്റ്, എന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. നമുക്കറിയാം, ലൈഫിൽ നമ്മൾ ഇതുവരെ എന്ത് എന്നതിനേക്കാളും ഇനി അങ്ങോട്ട് ഞാൻ എങ്ങനെ പോകണം എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ്. അപ്പോ നമുക്ക് ചോയ്സ് ഉണ്ട്. നമ്മളൊരു സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ബിലോ ആവറേജ്, ആവറേജ്, ഗുഡ്, എക്സലന്റ്, ഇങ്ങനെ 4 കാറ്റഗറി. നമുക്ക് എന്നും ലൈഫിൽ ബിലോ ആവറേജ് ആവാം,
ആവറേജ് ആവാൻ നമുക്കറിയാം എവിടെ നമ്മൾ ആവറേജ് ആയി കഴിഞ്ഞാൽ, ബിസിനസ്സിൽ ആവറേജ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നല്ല ബിസിനസ്മാൻ ആവാൻ കഴിയില്ല. കസ്റ്റമറെ ഡീൽ ചെയ്യാനും ആ ബിസിനസിന്റെ എ ടു സെഡ് കാര്യങ്ങൾ കൊണ്ടുവെക്കാനുള്ള നല്ല സ്മാർട്ട്നെസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ്സിലാക്കി എക്സലന്റ് ആവും, ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പഠനത്തില് കഷ്ടിച്ച് മാർക്ക് വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നില്ല. നല്ല കോളേജിലോ നല്ല പ്ലസ് ടു നല്ല സ്കൂളിലോ അഡ്മിഷൻ കിട്ടൂല. അപ്പോ ലൈഫിൽ നമ്മൾ ആവറേജോ ബിലോ ആവറേജ് ആയി കഴിഞ്ഞാല് നമുക്ക് എവിടെയും നമുക്ക് മികച്ചു നിൽക്കാൻ സാധിക്കില്ല. അതേസമയത്ത് ഗുഡ് ആണെങ്കിൽ, നമ്മൾ ഗുഡ് പെർഫോമേഴ്സ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഗുഡ് പെർഫോമൻസ് ആണെങ്കിൽ. അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഗുഡ് പെർഫോമർ എന്ന് പറയുമ്പോ നമ്മളെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങും. പക്ഷെ എക്സലന്റ് ആണെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും നമുക്ക് മികച്ചു നിൽക്കാൻ പറ്റും. അതാലോചിക്കുക, ഒരു എക്സലന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാരും ആ ഡോക്ടറേക്ക് പോയിക്കൊള്ളുന്നത് വളരെ ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മൾ പറയും. കാരണം ആ ഡോക്ടർ രോഗം നിർണ്ണയിക്കാനും രോഗിക്ക് പരിചരണം കൊടുക്കാനൊക്കെ ബെസ്റ്റാണ്. ആ ഡോക്ടർ ഒരിക്കലും ചൂഷണം ചെയ്യൂല, ആവശ്യത്തിന് മരുന്നിട്ടുള്ളൂ, രോഗനിർണയം നന്നായി ചെയ്യും. അങ്ങനെയുള്ള ഒരു ഡോക്ടർ എക്സലന്റ് ഡോക്ടറാണ്. ആ ഡോക്ടറെ അടുത്തേക്ക് നമ്മളെല്ലാവരും ആ ഡോക്ടറെ അടുത്ത് പോയിക്കൊള്ളൂ നമ്മൾ പറയും. എന്തിനേറെ നല്ലൊരു പ്ലംബറാണ്. നാട്ടിൽ ഒരുപാട് പ്ലംബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഷാജിക്ക് കൊടുത്തോ, നിന്റെ വർക്ക് ഷാജിക്ക് കൊടുത്തോ, ഷാജി ഏറ്റവും നന്നായി ചെയ്യും. നമ്മളെ നാട്ടിൽ ഒരുപാട് പ്ലംബേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ആളുകൾ പറയും ഷാജിക്ക് കൊടുത്തോളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, എന്നാലും ആളുകൾ പറയും ആ എഞ്ചിനീയർ ബാബുവിന് വർക്ക് കൊടുത്തോളൂ, അവര് നല്ല വൃത്തിയാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോ ഇഷ്ടംപോലെ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിലും ആളുകൾ ബാബുവിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് ഉണ്ടെങ്കിലും ആളുകൾ ഷാജിനെ ഏൽപ്പിച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഏത് മേഖലയിലും ഇങ്ങനെ എക്സലന്റ് ആയ ആളുകൾ റെക്കമെൻഡ് ചെയ്യും. കാരണം അവർ ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് ആളുകൾക്ക് കൊടുക്കും, ഏറ്റവും വൃത്തിയായി അവരവരെ വർക്ക് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ അവരെ റെക്കമെൻഡ് ചെയ്യും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ എക്സലൻസ്, മികവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ജന്മാവകാശമാണ്. മികവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജന്മാവകാശമാണ്. അത് നമ്മൾ നേടിയേ മതിയാവും. നമ്മൾ എക്സലന്റ് ആവാൻ നിങ്ങൾ മനസ്സിലാക്കുക, 10 A+ നിങ്ങൾ വാങ്ങി, നിങ്ങൾക്ക് നോളജ് വൈസ് നിങ്ങൾ എക്സലന്റ് ആണ്. അതേസമയത്ത് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയ ആളുകൾ ഇനി ആശങ്കപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എങ്ങനെ പോകണം എന്ന ഒരു ചിന്ത. 10th മാർക്ക് കുറഞ്ഞ കുട്ടിക്ക് +2 നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. +2 മാർക്ക് കുറഞ്ഞ കുട്ടിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോ നമ്മൾ ഈ എക്സലൻസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ്. ഏത് ഫീൽഡിലും ബെസ്റ്റ് ആവുക, ഏറ്റവും മികച്ച പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കുക. അങ്ങനെ എക്സലന്റ് ആയി നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഒരു എക്സലന്റ് പെർഫോമറായി, ഒരു എക്സലന്റ് പേഴ്സണായി നമുക്ക് ഏത് മേഖലയിലും തിളങ്ങണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് സെൽഫ് അവയർനെസ്. സ്വയം അവബോധം. നമുക്ക് സ്വയം അവബോധം നമുക്കുണ്ടാവും. എന്താണ് സ്വയം അവബോധം എന്ന് പറഞ്ഞാൽ? അല്ലെ, നമുക്കറിയാം, നമ്മളൊക്കെ സെൽഫി എടുക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു സെഷൻ കേൾക്കുന്ന എല്ലാവർക്കും സെൽഫി എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് നല്ല സ്മാർട്ട് ഫോണൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നമ്മള് സെൽഫികൾ എടുക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ, നമ്മുടെ വാട്സപ്പിൽ FB-ലൊക്കെ നമ്മളെ സെൽഫി പോസ്റ്റ് ചെയ്യും. ഞാൻ ചോദിക്കുകയാണ്, ആർ യു റെഡി ടു ടേക്ക് എ സെൽഫി? ഇതില് ഈ ചാറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങള് ഒന്ന് ടൈപ്പ് ചെയ്യുക, സെൽഫി എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ ഈ പറയുന്ന മൊബൈൽ ഫോൺ കൊണ്ടുള്ള സെൽഫി അല്ല, ഒരു പുതിയ തരത്തിലൊരു സെൽഫി എടുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തയ്യാറാണോ അല്ലേ? നിങ്ങൾ യെസ് ഓർ നോ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ചാറ്റിൽ. ദിനേശ് ടൈപ്പ് ചെയ്തിട്ട്
ഐ എം റെഡി ടു ടേക്ക് എ സെൽഫി. ദിനേശ് ടി കെ, ഈ വേറെ ആരൊക്കെ തയ്യാറുള്ളത്? സെൽഫി എടുക്കാൻ ഞാൻ പറയുന്നെങ്കിൽ വ്യത്യസ്തമായ ഒരു സെൽഫി എടുക്കാൻ തയ്യാറുള്ള ആളുകൾ ടൈപ്പ് ചെയ്യാം. ഇർഷാദ് നീലേകത്ത് ടൈപ്പ് ചെയ്തിട്ട് യെസ്, ഇർഷാദ് റെഡിയാണ്. മറ്റുള്ളവരെന്തോ റെഡിയല്ലേ? ദിനേശ്, ബാക്കിയുള്ളവരെന്തോ റെഡിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോക്കാം എന്താണ് വ്യത്യസ്തമായ സെൽഫി എന്നുള്ളത്. നമ്മൾ സാധാരണ എടുക്കുന്ന സെൽഫി നല്ല ഡ്രസ്സിങ്ങോ, നല്ല ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആണ്, നമ്മുടെ ഹെയറൊക്കെ നല്ല സ്റ്റൈലിഷ് ആക്കി, മുടിയൊക്കെ നല്ല സ്റ്റൈലിഷ് ആക്കി, നല്ല ഡ്രസ് ചെയ്ത് കഴിഞ്ഞാല് നല്ല മൊഞ്ചുള്ള സെൽഫി നമുക്ക് കിട്ടും. അതുപോലെ റുബീന ടൈപ്പ് ചെയ്തിട്ട് യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നല്ല മൊഞ്ചുള്ള സെൽഫി നമുക്ക് കിട്ടും. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങളുടെ ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യമല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തിന്റെ ഒരു സെൽഫി എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തിന്റെ ഒരു സെൽഫി എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്താണ് ഈ ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ടൈപ്പ് ചെയ്യാവോ? എന്താണ് ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ? ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇന്ററാക്ഷൻ ഉള്ള അവസരമാണ് ഈ ടൈപ്പിംഗ്. അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് വിളിച്ചു പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ തന്നെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യണം. മറ്റേന്താ ശബ്ദം കേൾക്കും, ക്ലാസ്സിൽ ബുദ്ധിമുട്ട് വരും. ടൈപ്പ് ചെയ്തോ? ആരെ ടൈപ്പ് ചെയ്തോ? എന്താണ് ഈ ആന്തരിക സൗന്ദര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ സ്ട്രെങ്ത്, നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ ഗുണങ്ങൾ, നമ്മളുടെ കപ്പാസിറ്റി, നമ്മളുടെ പാഷൻ, നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ടാവും, നമുക്ക് ചില മേഖലയിൽ ഇഷ്ടങ്ങളുണ്ടാവും. ചിലപ്പോ ഡിസൈനിങ് ആവും, ചിലപ്പോ പെയിന്റിങ് ആവും, ചിലപ്പോ റൈറ്റിംഗ് ആവും, സ്പീക്കിംഗ് ആവും. അങ്ങനെ ചില പാഷൻസ് നമുക്കുണ്ടാവും. ചിലർക്ക് ഫിഷിംഗ് ആവും, മീൻ പിടിക്കലാവും. അതേപോലെ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ചിലപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ചിലപ്പോ ആളുകളുമായി ഇടപഴകാൻ ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയും, ചിലപ്പോ നമ്മൾ ക്ലബുകളും സെൽഫ് അവയർനെസ്. നമ്മളെ കുറിച്ചുള്ള അവബോധം ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളാണ്. നമ്മളെ മനസ്സ് വളർന്നിട്ടില്ല, നമ്മളെ കഴിവുകൾ വളർന്നിട്ടില്ല. ക്ലാസ് ചെറിയ ഉയരത്തിൽ മാത്രം ഒന്ന് ഇങ്ങനെ പറക്കും. അതുപോലെ ഈ പരുന്ത് കുഞ്ഞും കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ വലുതായി ഈ രണ്ട് കോഴികൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. രണ്ട് കോഴികൾ. അപ്പൊ അതില് ഉയരങ്ങളിൽ വളരെ ഭംഗിയായി ഒരു പരുന്ത് പറക്കുന്ന ഒരു രംഗം കാണുകയാണ്. ഉയരങ്ങളിൽ വളരെ മനോഹരമായിട്ട് വശ്യമായിട്ട് ഒരു പരുന്ത് പറക്കുന്ന ഒരു രംഗം ഇങ്ങനെ കണ്ടപ്പോ ഈ കോഴി പറയാണ്, എനിക്കും അങ്ങനെ പറക്കാൻ പറ്റിയെങ്കിൽ. കാരണം എനിക്കും അങ്ങനെ പറക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഈ ഒരു കോഴി പറയാണ്. അപ്പൊ മറ്റേ കോഴി പറയാണ്, അങ്ങനെ പറക്കാനോ? നിനക്കൊന്നും അങ്ങനെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല, കാരണം നീ കോഴിയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഉന്നതങ്ങളിൽ പറക്കുന്ന പരുന്തിനെ നോക്കിയിട്ട് കോഴി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എനിക്കും അങ്ങനെ പറക്കാൻ പറ്റിയെങ്കിലെന്ന്. കാരണം ഇതൊരു പരുന്ത് കുഞ്ഞാണ്. പരുന്ത് കുഞ്ഞ് വളർന്ന് ഇത് പരുന്താകുന്ന കോഴിയാണ്. ഇതിന്റെ ഉള്ളിൽ ആ ബോധമുണ്ട്. ആ ഉയരങ്ങളിൽ ശക്തമായി പറക്കുന്ന ആ പരുന്തിനെ പോലെ തന്നെ പറക്കേണ്ട ഒരു പക്ഷിയാണ് ഈ ഒരു അതായത് കേട്ടു നിന്ന മറ്റേ കോഴി, നിനക്കൊന്നും അങ്ങനെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം അത് കോഴി മാത്രമാണ്. കോഴിക്ക് ഒരിക്കലും അത് സ്വപ്നം കാണാൻ പറ്റില്ല. അപ്പോ ഒരുപാട് കോഴികളുടെ കൂട്ടത്തിൽ ഒരു പരുന്ത് കുഞ്ഞ്, ഒരു പരുന്ത് എങ്ങനെയാണ് ഒതുങ്ങിപ്പോയത്, അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരിൽ വലിയൊരു വിഭാഗം ഒരുപാട് കഴിവുകൾ, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടും അവര് ഒന്നുമല്ലാതെ, അവരെ കഴിവുകൾ കണ്ടെത്താതെ, കഴിവുകൾ കണ്ടെത്തിയിട്ടും പരിപോഷിപ്പിക്കാതെ എന്നും അവർ സാധാരണക്കാരായി ജീവിച്ച് സാധാരണക്കാരനായി മരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്.
മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് നമുക്ക് ഐഡന്റിറ്റി, നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് കൃത്യമായ ഒരു സെൽഫ് അവയർനെസ് നമുക്ക് വേണം. നമ്മള് പെപ്സിക്കോ ഗ്ലോബൽ പ്രസിഡന്റ്, പെപ്സിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എംപ്ലോയി, അതിന്റെ സിഇഒ, അതിന്റെ പ്രസിഡന്റ് ഇന്ദ്രാ നൂയി, നമ്മൾ ഇന്ത്യക്കാരി, ചെന്നൈക്കാരിയാണ്. അവരോട് മീഡിയ ചോദിച്ചു, നിങ്ങൾ ഒരു ആഗോള ബഹുരാഷ്ട്ര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വനിതയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അത്രയും വലിയ ഉന്നതങ്ങളിൽ എത്താനും ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹയർ പൊസിഷനിൽ, ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഒരുപാട് കാലം പെപ്സിക്കോയുടെ ഇന്ത്യൻ ഘടകത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഗ്ലോബൽ ഘടകത്തിലെത്തി. ഇപ്പോൾ ഗ്ലോബൽ ഘടകത്തിന്റെ പ്രസിഡന്റാണ്. 200 കോടിയിലധികം മാസാന്തം ശമ്പളം വാങ്ങുന്ന ഒരു വനിത. മീഡിയ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അച്ഛനും അവർ പ്രിപ്പയർ ചെയ്ത് ആ വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ദ്രാ നൂയിയും അവരുടെ അനിയത്തിയും 10 മിനിറ്റും 20 മിനിറ്റൊക്കെ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ ചെന്നൈ മേയർ ആയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന രീതികൾ ചെയ്യും, ഈ പ്രശ്നത്തിന് ഇന്ന പരിഹാരം കൊണ്ടുവരും, ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഞാൻ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ഇന്ന അവരുടെ അനിയത്തിയും വളരെ മനോഹരമായി പ്രസംഗിച്ച് കാണിച്ചു കൊടുത്തത്. അവരുടെ അമ്മാവനായ റിട്ടയേർഡ് ജഡ്ജി അവരുടെ പ്രസംഗത്തെ വീക്ഷിക്കുകയും ജഡ്ജി ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ചെറുപ്രായത്തിൽ, ഹൈസ്കൂൾ പ്രായത്തിൽ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത വലിയ ചിന്തകളാണ് അവരുടെ മനസ്സിനെ വികസിപ്പിച്ചതും അവരുടെ കഴിവുകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും അവരുടെ ഉന്നതമായ പഠനങ്ങൾ നേടാനും അങ്ങനെ IITയിലും IIMലൊക്കെ പഠിക്കാനും AE യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനും ബഹുരാഷ്ട്ര കമ്പനികളുടെ തലപ്പത്തെത്താനും അങ്ങനെ പെപ്സിക്കോയുടെ ഇന്ത്യൻ ഘടകം പ്രസിഡന്റ് ആവാനും പിന്നീട് പെപ്സിയുടെ ആഗോള ഘടകത്തിലെത്തി പെപ്സിക്കോ എന്ന പെപ്സി കമ്പനിയുടെ വേൾഡ് ഹെഡായി മാറാൻ ഇന്ദ്രാ നൂയിയെ പ്രാപ്തമാക്കിയത് ചെറുപ്രായത്തിൽ ചെയ്ത അത്തരം കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ്. അവരുടെ സെൽഫ് അവയർനെസ്, അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ, അവരുടെ കഴിവുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ, അവരുടെ കഴിവുകളെ ഷാർപ്പൻ ചെയ്യാൻ അവർ കാണിച്ചിട്ടുള്ള മെടുക്കാണ് അവരെ ഉന്നതങ്ങളിൽ എത്തിച്ചത്. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരു കാര്യം നമ്മുടെ ലക്ഷ്യബോധത്തെ കുറിച്ചാണ്. ഗോൾ, നമ്മൾ GOAL, ഗോൾ അല്ലെങ്കിൽ വിഷൻ, VISION, വിഷൻ എന്ന് പറയും. ലക്ഷ്യബോധമാണ് എക്സലന്റ് ആവാൻ നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ ഘടകം. നമ്മൾക്ക് കൃത്യമായ ലക്ഷ്യം നമുക്ക് വേണം. നമ്മൾ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എന്തിനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ, ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ, ഒരു ബിസിനസ്മാൻ, ഏത് മേഖലയിലുള്ള ആളുകൾ കൃത്യമായ ലക്ഷ്യബോധം അവർക്ക് ഉണ്ടാവണം. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും? അടുത്ത 5 വർഷം കഴിഞ്ഞാൽ എന്റെ ബിസിനസ് എവിടെ എത്തും? അടുത്ത 10 വർഷം കഴിഞ്ഞാൽ എന്റെ ബിസിനസ് എവിടെ ആയിരിക്കും? ഇന്ന് എന്റെ ബിസിനസ് ഒരു ഷോറൂമാണ്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര ഷോറൂം ഉണ്ടാവും? അല്ലെങ്കിൽ എന്റെ പ്രൊഡക്ഷൻ, എന്റെ സെയിൽസ്, എന്റെ ടേൺ ഓവർ ഇപ്പൊ ഇത്രയാണ്. അടുത്ത 5 ഇയർ കഴിയുമ്പോൾ എന്റെ സെയിൽസ്, എന്റെ പ്രൊഡക്ഷൻ എവിടെ എത്തും? ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഞാൻ കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയായി മാറും. അടുത്ത 20 ഇയേഴ്സ് കൊണ്ട് ഞാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറും. അല്ലെങ്കിൽ അടുത്ത 20 ഇയേഴ്സ് കൊണ്ട് ഞാൻ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡായി എന്റെ കമ്പനി മാറും. ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാനിപ്പോ 10th കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ അറ്റ് ഏജ് ഓഫ് 25, എനിക്ക് 25 വയസ്സാവുമ്പോ ഞാൻ ഇന്ന പൊസിഷൻ, ഞാൻ ഇന്ന കോഴ്സുകൾ പഠിച്ച്, ഇന്ന +2 അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി, ഇന്ന PG ചെയ്ത് ഞാൻ ഇന്ന പ്രൊഫഷനിൽ ഞാൻ എത്തിയിട്ട് ഞാൻ നല്ല ഇൻകം വാങ്ങുന്ന ഒരു പൊസിഷൻ നമുക്ക് കാണാൻ പറ്റണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഹെലൻ കെല്ലർ പറയുന്ന ഒരു വാക്കുണ്ട്, the most pathetic person in the world is someone who has sight
but no vision. ഹെലൻ കെല്ലർ പറയുന്ന വാക്കാണ്. കേൾവിയോ സംസാരശേഷിയോ സംസാരിക്കാനുള്ള കഴിവോ ഒന്നുമില്ലാതെ ലോകത്തിന്റെ നെറുകയിലെത്തിയ ഹെലൻ കെല്ലർ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും ദയനീയ പരാജയം സംഭവിച്ച വ്യക്തി എന്ന് പറയുന്നത്. The most pathetic person in the world is someone who has sight but no vision. ചില ആളുകളാണ് അവർക്ക് കാഴ്ചയുണ്ട്, കാഴ്ച ശക്തിയുണ്ട്, പക്ഷേ കാഴ്ചപ്പാടില്ല. കാഴ്ച ശക്തിയുണ്ട്, കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ അവരാണ് ലോകത്തിലെ ഏറ്റവും പരാജയപ്പെട്ട വ്യക്തികൾ. അവരുടെ ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടോ ലക്ഷ്യബോധമോ കൃത്യമായ ഒരു എസ്റ്റിമേഷനോ കാൽക്കുലേഷനോ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും ദയനീയ പരാജയം സംഭവിച്ച ആളുകൾ. ഹെലൻ കെല്ലർക്ക് കാഴ്ച ശക്തിയില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ലോക പ്രശസ്തയായ വനിതയായ ഹെലൻ കെല്ലർക്ക് കാഴ്ച ശക്തിയില്ല. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് അവർ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. ഹെലൻ കെല്ലർ ചോദിക്കണം, എനിക്ക് കാഴ്ചയില്ല, പക്ഷെ എനിക്ക് കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് കാഴ്ചയുണ്ട്, പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും കാഴ്ചപ്പാടില്ല. നമ്മൾ ലക്ഷ്യം കൃത്യമായി നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എനിക്ക് ഈ ഒരു 1 ഇയറിൽ എനിക്ക് ഇത്ര സെയിൽസ് ഉണ്ടാക്കണം, നെക്സ്റ്റ് 5 ഇയറിൽ എനിക്ക് ഇത്ര സെയിൽസ് ഉണ്ടാക്കണം. അപ്പൊ 5 ഇയറിൽ ഇത്ര സെയിൽസ് ആണെങ്കിൽ 1 ഇയറിൽ ഇത്ര സെയിൽസ് വേണം. 1 ഇയറിൽ ഇത്ര ബിസിനസ് ആണെങ്കിൽ ഒരു മാസം എനിക്ക് എത്ര ബിസിനസ് വാങ്ങണം. അങ്ങനെ ആ ഒരു മാസത്തെ ബിസിനസ് ആ ലക്ഷ്യത്തിനനുസരിച്ച് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഒരു നല്ല ബിസിനസ്മാൻ. അപ്പോ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം, ലക്ഷ്യബോധത്തിന്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗോൾ ഗീവ്സ് ഡയറക്ഷൻ ടു അവർ ലൈഫ്. ഗോൾ ഡയറക്ഷൻ ടു അവർ ലൈഫ്. ലക്ഷ്യം നമ്മളുടെ ജീവിതത്തിന് ഒരു ഗതി നൽകുന്നു. ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിന് ഒരു ഗതി നൽകുന്നു, കറക്റ്റ് ഡയറക്ഷൻ നൽകുന്നു. ലൈഫ് വിത്തൗട്ട് ഗോൾ ഈസ് ലൈക്ക് ലൈഫ് വിത്തൗട്ട് ഗോൾ ഈസ് ലൈക്ക് എ ഫുട്ബോൾ മാച്ച് വിത്തൗട്ട് ഗോൾ പോസ്റ്റ്. ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഒരു ഫുട്ബോൾ മാച്ച് പോലെയാണ് ലക്ഷ്യമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ലക്ഷ്യമുണ്ടാവണം. നമ്മൾ ഈ ഒരു എന്റെ സെഷൻ കേൾക്കുന്ന കുട്ടികള് അവരുടെ ലക്ഷ്യം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും കുറച്ചു പേർക്ക്. നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും കുറച്ചു പേർക്ക്? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞാലും ഏറ്റവും സന്തോഷം. എന്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും, നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഇതിൽ അറ്റൻഡ് ചെയ്യേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേഗം ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറയും. ഒരു മണിക്കൂർ നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും അവരെ ഗോള്, അവര് പഠിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ധൈര്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ആരും ടൈപ്പ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ലൈഫിന് ഡയറക്ഷൻ നൽകുന്നത് ലക്ഷ്യമാണ്. അതുപോലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ടേമാണ് സീയിങ് ദ ഫിനിഷിംഗ് പോയിന്റ് ഇൻ അഡ്വാൻസ്. മെസ്സേജ് മോനെ റബി, ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
ദ ഫിനിഷിംഗ് പോയിന്റ് ഇൻ അഡ്വാൻസ്. നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിനെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റണം. അതായത് ഒരു അത്ലറ്റ്, ഒരു ഓട്ടക്കാരൻ, 5000 മീറ്റർ ഓടുന്ന ഒരു ഓട്ടക്കാരൻ, അല്ലെ 2000 മീറ്റർ ഓടുന്ന ഒരു ഓട്ടക്കാരൻ, അവരുടെ മനസ്സിലുള്ളതാണ് 5000 മീറ്റർ ഓടിയിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ അവർ ആദ്യം എത്തണം. അതായത് അവര് ആദ്യം ഓടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ മനസ്സിലെത്താനുള്ളത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. 2000 മീറ്ററിൽ 5000 മീറ്റർ ഓടിയിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എനിക്ക് ആദ്യം എത്തണമെന്ന ഒരു വാശിയാണ് അവർക്കുള്ളത്. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എവിടെ എത്തണം? നമ്മളെ ഫിനിഷിംഗ് പോയിന്റിനെ നമുക്ക് കൃത്യമായി മുൻകൂട്ടി കാണാൻ പറ്റണം. ഞാൻ എന്റെ +2 കഴിഞ്ഞ്, എന്റെ ഡിഗ്രി കഴിഞ്ഞ്, ഇപ്പോ 10th കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ +2 ഡിഗ്രി PG കഴിഞ്ഞ് ഞാൻ ഇന്ന പൊസിഷനിലേക്ക് ഞാൻ എത്തും. ഞാൻ എന്റെ ഡിഗ്രി കഴിയുന്നു, ഞാൻ IIM-ൽ MBA-ക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ 7 വർഷം 8 വർഷം കഴിഞ്ഞിട്ട്, കൃത്യമായി 8 വർഷം കഴിഞ്ഞ് എന്റെ 23-ാമത്തെ വയസ്സില് ഞാൻ ഇന്ത്യയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഒരു സീനിയർ പോസ്റ്റിൽ ഞാൻ എത്തും എന്നൊരു കുട്ടിക്ക് ഡ്രീം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഡ്രീം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ലക്ഷ്യം നേടാൻ സാധിക്കും. അതല്ലെങ്കിൽ ഞാൻ എന്റെ ഡിഗ്രി കഴിയുന്നു, ഏതോ ആയിക്കോട്ടെ, +2 അല്ലെങ്കിൽ ഡിഗ്രി, ഏത് ഡിഗ്രി ഞാൻ കഴിഞ്ഞാലും ആ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ സിവിൽ, നമുക്കറിയാം ഇന്ത്യയിലെ ഭരണരംഗത്ത് തലപ്പത്തെത്താനുള്ള എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. ഇന്ത്യയിലെ ഭരണാധികാരികൾ അവരാണ്. IAS-ഉം IPS-ഉം IFS-ഉം ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ. സിവിൽ സർവീസിൽ എത്താൻ വേണ്ടി എയിം ചെയ്യുന്ന ഒരു കുട്ടി പറയാണ്, ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസ് എൻട്രൻസ് എഴുതി ഞാൻ 24 വയസ്സാവുമ്പോ ഞാൻ ഒരു അസിസ്റ്റന്റ് കളക്ടറായി ഞാൻ ജോയിൻ ചെയ്യും. ആലോചിച്ചോക്കെ, എത്ര പവർഫുൾ ആണ് ആ ഡ്രീം, എത്ര ക്ലിയർ ആണ് ആ ഡ്രീം. ഞാൻ അറ്റ് ദ ഏജ് ഓഫ് 24, എന്റെ 24-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഞാൻ വരും. എന്റെ ഗ്രാമത്തിലേക്ക് അസിസ്റ്റന്റ് കളക്ടർ എഴുതിയ ഒരു ബോർഡുമായി ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് വരും. ആളുകൾ മുഴുവൻ എന്നെ അത്രമാത്രം ബഹുമാനിക്കും. അപ്പൊ അത് ഏതൊരു പൊസിഷനായിരിക്കും, അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാനൊരു മികച്ച അധ്യാപകനായി ഞാൻ മാറും. എന്റെ ഡിഗ്രിയും PG-യും കഴിഞ്ഞ് ഞാൻ എന്റെ PhD എടുത്ത് ഞാൻ വളരെ നല്ലൊരു പ്രമുഖനായ ഒരു കോളേജ് അധ്യാപകനായി ഞാൻ മാറുന്ന ഒരു സ്വപ്നം എനിക്ക് കാണാൻ പറ്റുമോ? എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഫേസ്ബുക്ക് ലൈവിലൂടെയും ഈ ഗൂഗിൾ മീറ്റിലൂടെയും എന്റെ സ്പീച്ച് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഡ്രീം ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ PG കഴിഞ്ഞ് PhD കഴിഞ്ഞ് ഫിസിക്സോ കെമിസ്ട്രിയോ കൊമേഴ്സോ ഏത് സബ്ജക്റ്റുമാവട്ടെ, സബ്ജക്റ്റിലൊരു മികച്ച പ്രൊഫസറായി ഞാൻ എന്റെ 25-ാമത്തെ വയസ്സിൽ ഞാനൊരു മികച്ച പ്രൊഫസറായി ഞാൻ മാറും. ഞാൻ ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലയായ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ഇന്ത്യയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ, ഹാർവാർഡ് സർവകലാശാല, അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് സർവകലാശാല, ഇങ്ങനെ തുടങ്ങിയ ഒരു വിദേശ പ്രശസ്തമായ ലോകതലത്തിലുള്ള ഒരു സർവകലാശാലയിൽ ഞാനൊരു പ്രൊഫസറാകും. എന്റെ 25-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലയിൽ പ്രൊഫസറാകും. എന്റെ 30-ാമത്തെ വയസ്സിൽ ഞാൻ ഹാർവാർഡിലോ സ്റ്റാൻഫോർഡിലോ ലോക പ്രശസ്ത സർവകലാശാലയിൽ ഒരു പ്രൊഫസറായിക്കൊണ്ട് ഞാൻ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു മികച്ച അധ്യാപകനായി ഞാൻ മാറുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. ശക്തമായ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വേണം. ഞാൻ ഇന്ന ഫീൽഡ് എന്ന് പറയുന്ന അധ്യാപകൻ, അല്ലെങ്കിൽ സിവിൽ സർവീസ്, അല്ലെങ്കിൽ IIT, IIM, അല്ലെങ്കിൽ ബെസ്റ്റ് ഡിസൈനർ, കേരളത്തിലെ ബെസ്റ്റ് ഡിസൈനറായി ഞാൻ മാറും. അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ, കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബെസ്റ്റ് സിവിൽ എഞ്ചിനീയറായി എനിക്ക് മാറാൻ പറ്റണം. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്മാനായി ഇത്രാമത്തെ വയസ്സിൽ ഞാനൊരു ബിസിനസ് മേഖലയിൽ സ്വന്തമായ ഒരു ബ്രാൻഡ് ഞാൻ ഡെവലപ്പ് ചെയ്യും. എനിക്ക് 25 വയസ്സാകുമ്പോൾ ഞാൻ സ്വന്തമായ ഒരു ബ്രാൻഡ് ഞാൻ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ പടിപടിയായി ഞാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി എന്റെ കമ്പനി മാറും. ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി എന്റെ കമ്പനി മാറും എന്ന് എത്ര പേർക്ക് സ്വപ്നം കാണാൻ പറ്റും? നിങ്ങൾ ബെസ്റ്റ് ഡിസൈനറോ, ബെസ്റ്റ് എഞ്ചിനീയറോ, ബെസ്റ്റ് ടീച്ചറോ, ബെസ്റ്റ് ഏത് മേഖലയിലും നിങ്ങൾക്ക്
നിങ്ങൾ ഇന്ന ഫീൽഡ് എന്നില്ല. പക്ഷെ നിങ്ങൾ കൃത്യമായി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള ഒരു ശക്തി, ഒരു മനഃശക്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ ലക്ഷ്യബോധത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ സ്വപ്നത്തെ, നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾക്ക് ശക്തമായ ആഗ്രഹമായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു ബേണിംഗ് ഡിസയർ, യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു എ ബേണിംഗ് ഡിസയർ. ആഗ്രഹമായി, എരിപൊരി കൊള്ളുന്ന ഒരു ആഗ്രഹമായി, നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു ആഗ്രഹമായി നിങ്ങളുടെ ലക്ഷ്യത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്ന് ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ എക്സലൻസിലേക്കുള്ള കീ സീക്രട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു സെൽഫ് അവയർനെസ്, നമ്മളുടെ ശക്തികള്, നമ്മളെ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക. സ്റ്റെപ്പ് 1 ഞാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ലക്ഷ്യബോധം ഉണ്ടാവുക. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ പറയാണ്. മൂന്നാമത്തെ കാര്യമാണ് പാഷൻ. പാഷൻ, PASSION, പാഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യം പാഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റണം. പാഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമെന്നാണ്. ചെയ്യുന്ന കാര്യം അതിയായ ഇഷ്ടത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ റിസൾട്ട് അൺലിമിറ്റഡ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അതിയായ കാര്യങ്ങൾ അതിൽ എന്തുമാത്രം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എത്ര സമയം ചെലവഴിച്ചാലും നമുക്കൊരു മടിയും കൂടാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്കൊരു ബോറടിയില്ല. നമ്മളുടെ ഇഷ്ട വിനോദമായ ക്രിക്കറ്റോ ഫുട്ബോളോ മറ്റു ഏത് ഗെയിമുകളും കാണുമ്പോൾ നമുക്ക് ഒരു മടിയുമില്ല. നമുക്കറിയാം, വേൾഡ് കപ്പ് ഫുട്ബോൾ വരുമ്പോ നമ്മുടെ നാട്ടിലെ യൂത്ത്, നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ്, നമ്മുടെ നാട്ടിലെ യൂത്ത് പ്രായഭേദമന്യേ എത്രത്തോളം പാഷനേറ്റ് ആണ്. 2014 പുലർച്ചെ 3 മണിക്കും 4 മണിക്കും കളി, ബ്രസീലിന്റെ അർജന്റീനയുടെ കളി കാണാൻ വേണ്ടി അലാറം പോലും വെക്കാതെ എണീക്കുന്ന രംഗം. ക്ലബിൽ തന്നെ കിടന്നുറങ്ങി 4 മണി വരെ വെയിറ്റ് ചെയ്ത് 4 മണിക്ക് കളി കാണാനിരിക്കുന്ന ആ ഒരു കുട്ടി എത്രത്തോളം പാഷനേറ്റ് ആണ്, ആ ഒരു യുവാവ് എത്രത്തോളം പാഷനേറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോ, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒത്തുകൂടുമ്പോ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ മണിക്കൂറുകൾ ചെലവിടുമ്പോ നമുക്ക് ഒരിക്കലും ഒരു ബോറടിയോ ഒരു അലസതയോ ഇല്ല. നമ്മളെ മനസ്സ് വളരെ ലൈവാണ്, നമ്മളെ മനസ്സ് വളരെ ഊർജ്ജസ്വലമാണ്, നമ്മൾ സൂപ്പർ ആക്റ്റീവാണ്. കാരണം എന്താണ്? നമുക്ക് അതിയായ ഇഷ്ടത്തോടു കൂടി നമ്മൾ കാര്യം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആ അതിയായ ഇഷ്ടം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ, ഇനി ആഫ്റ്റർ +2, ആഫ്റ്റർ 10th നിങ്ങളുടെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ റിസൾട്ട് അൺലിമിറ്റഡ് ആയിരിക്കും. നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില പാഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങളുടെ പാഷൻ പെയിന്റിംഗ് ആവും, ചിലപ്പോൾ ഡ്രോയിങ് ആവും, ചിലപ്പോൾ റൈറ്റിംഗ്, എഴുത്താവും, കഥയോ കവിതയോ ഉപന്യാസമോ ഒക്കെ എഴുതുന്നതാവാം, ചിലപ്പോൾ ഡിസൈൻ, നന്നായി പ്രസംഗിക്കാനായിരിക്കും നിങ്ങളുടെ പാഷൻ, മീൻ പിടിക്കാൻ നിങ്ങളുടെ പാഷൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ചില പാഷനുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഒരു പാഷൻ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിനോദം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖല നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പാഷനെ നമുക്ക് പ്രൊഫഷൻ ആക്കാൻ പറ്റിയാൽ നമുക്കത് ഭയങ്കരമായി എൻജോയ് ചെയ്യാൻ പറ്റും. പ്രശസ്തമായ ഒരു കോട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഫോളോ യുവർ പാഷൻ, ഫോളോ യുവർ പാഷൻ. അക്ബറും നൂറുദ്ദീനും ഒക്കെ അതിന് പോവാണ്, അല്ലെങ്കിൽ യാസ്മി അതിന് പോവാണ്, അല്ലെങ്കിൽ ഷിഫ്ന അതിന് പോവാണ്, ഞാനും അതിന് പോട്ടെ. അക്ബർ അതിന് പോവാണ്, ഞാനും അതിന് പോട്ടെ. നൂറുദ്ദീൻ അതിന് പോവാണ്, ഞാനും അതിന് പോട്ടെ. അതല്ല നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഏത് മേഖലയാണ് തെരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ആവും, ചിലപ്പോൾ മെഡിസിൻ ആവും, ചിലപ്പോൾ അധ്യാപനമാവും, ചിലപ്പോൾ ഡിസൈനിങ് ആവും, എന്തുമാവും. അത് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ആ ഇഷ്ടമല്ല. നിങ്ങളെ പാരന്റ്സ് ഇന്ന കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതല്ല നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അത് ഓപ്റ്റ് ചെയ്യരുത്.
നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോ ഇനി നിങ്ങൾക്ക് ആ നിങ്ങളുടെ പാഷനാണ്. ഉദാഹരണം, നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാള് ഒരു അധ്യാപകനാവുകയാണെങ്കിൽ അയാൾ നല്ല അവതാരകനാവാനും കുട്ടികൾക്ക് ഏറ്റവും നന്നായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും. എഴുതാൻ നന്നായി കഥയും കവിതയും ഉപന്യാസമൊക്കെ എഴുതാൻ കഴിയുന്ന ഒരാള് ഒരു ജേർണലിസ്റ്റായി മാറുകയാണെങ്കിൽ അയാൾക്ക് ആ പ്രൊഫഷൻ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. വരക്കാൻ ഇഷ്ടമുള്ള ഒരാള് നല്ല ഡിസൈനറായി മാറുകയാണെങ്കിൽ അയാൾക്ക് ലോകത്തിലെ ബെസ്റ്റ് ഡിസൈനർ ആവാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് ഡിസൈനർ ആവാൻ പറ്റും. അപ്പോ ഏതൊരു ഇഷ്ടവും, ഇനി അതുമല്ല നിങ്ങൾ എത്തിപ്പെടുന്ന മേഖലയിൽ നിങ്ങൾക്ക് പാഷനേറ്റ് ആവാൻ പറ്റും. ഒന്ന് നിങ്ങളുടെ അഭിരുചി, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് സ്കോപ്പുള്ള ഒരു മേഖലയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ പാഷനെ കൊണ്ടുവരണം, നിങ്ങളുടെ ഇഷ്ടത്തെ കൊണ്ടുവരണം. അതിനെ നിങ്ങൾ സ്നേഹിക്കാൻ, ആ ഒരു ജോബിനെ നിങ്ങൾ സ്നേഹിക്കാൻ നിങ്ങൾ ശ്രമിച്ചേ മതിയാവൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ ലൈഫിൽ എക്സലന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ, നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഒന്നാമത് സെൽഫ് അവയർനെസ്, നമ്മുടെ കഴിവുകൾ, ശക്തികൾ മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുക. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു ലക്ഷ്യബോധം. 3 പാഷൻ. നിങ്ങൾക്ക് പാഷൻ ഉണ്ടാവണം. ചെയ്യുന്ന കാര്യങ്ങൾ അതിയായ ഇഷ്ടത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഞാന് മലയാളിയായ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കാനുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചൊരു പെൺകുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുക എന്ന ലക്ഷ്യം വെച്ചൊരു പെൺകുട്ടി. ആ കുട്ടിയുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടി ആ ലക്ഷ്യം സെറ്റ് ചെയ്യുകയും, പെൺകുട്ടി 12 വയസ്സുള്ള പെൺകുട്ടി ലോകത്തിലെ 4 ഭൂഖണ്ഡങ്ങളിലെയും ഹയസ്റ്റ് മൗണ്ടെയിൻസ് കീഴടക്കി. യൂറോപ്പിലെ എൽബ്രോസ്, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, അതുപോലെ ഓസ്ട്രേലിയയിലെ കൊസിയസ്കോ, ഈ 3 ഭൂഖണ്ഡങ്ങളും കീഴടക്കിയ പെൺകുട്ടി 4ാമതായി ആ കുട്ടി ടാർഗറ്റ് വെച്ചത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് അക്കോൻകാഗോ എന്ന് പറയുന്ന പർവ്വതമാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 12 വയസ്സുള്ള പെൺകുട്ടി 6960 മീറ്റർ ഉയരമുള്ള, 7 കിലോമീറ്റർ ഉയരമുള്ള മൗണ്ട് അക്കാൻകോ പർവ്വതം, അതികഠിനമായ ശീത കാലാവസ്ഥ, -40 ഡിഗ്രി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, -5 ഡിഗ്രി, -10 ഡിഗ്രിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസാണ്. -40 ഡിഗ്രി സെൽഷ്യസിൽ അതികഠിനമായ മൂടൽ മഞ്ഞും 6960 മീറ്റർ ഉയരങ്ങൾ അക്കാൻകാഗോ, അർജന്റീനയിലെ തെക്കേ അമേരിക്കൻ കൊടുമുടിയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് അക്കാൻകാഗോയുടെ തുഞ്ചത്തെത്തി ഭാരതത്തിന്റെ കൊടി വീശിയ കാമ്യ കാർത്തികേയൻ എന്ന പെൺകുട്ടി, 12 വയസ്സുകാരി 7ാം ക്ലാസ്സുകാരി പെൺകുട്ടിക്ക് അത് സാധിച്ചെങ്കിൽ ബിക്കോസ് ഓഫ് ദ പാഷൻ, സ്വന്തം ലക്ഷ്യത്തോടുള്ള അതിയായ ഇഷ്ടം, സ്വന്തം ലക്ഷ്യം നേടണമെന്ന അതിയായ ഉറച്ച തീരുമാനമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ആ ഒരു ലക്ഷ്യം നേടാൻ കാമ്യ കാർത്തികേയൻ എന്ന പെൺകുട്ടിയെ പ്രാപ്തമാക്കിയത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ലക്ഷ്യം നേടാൻ നമുക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളുടെ 2ാമത്തെ പാർട്ടിലേക്ക് ഞാൻ വരികയാണ്. എക്സലൻസിന് വേണ്ട കീ സീക്രട്സ് 3 എണ്ണാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇനി ഞാൻ കരിയർ ഗൈഡൻസ് പാർട്ടിലേക്ക് കൃത്യമായി വരികയാണ്. നിങ്ങളുടെ അവസരങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ പോവാണ്. ഇതില് എന്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികളില് ആഫ്റ്റർ 10th ആഫ്റ്റർ +2 ഒക്കെ ഉണ്ട്. അവരുടെ പാരന്റ്സ്, ഗാർഡിയൻസ് ഒക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും നോക്കേണ്ടത് ഒന്ന് നമ്മുടെ അഭിരുചി നമ്മൾ നോക്കണം. നമുക്ക് ഓരോരുത്തർക്കും ചില അഭിരുചികള്, ചില ടേസ്റ്റുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ചിലർക്ക് അത് എഴുത്താവും, ചിലർക്ക് ഡിസൈനിങ് ആവും, ചിലർക്ക് റൈറ്റിംഗ് ആവും, ചിലർക്ക് സ്പീക്കിംഗ് ആവും. അങ്ങനെ ചിലർക്ക് ചില അഭിരുചികൾ നമുക്കൊക്കെ ഉണ്ടാവും. ചിലർക്ക് മെക്കാനിക്കലായിട്ടുള്ള താല്പര്യമാവും. അതായത് ചെറിയ പ്രായത്തിലെ ചില യന്ത്രങ്ങളോട് ഉപകരണങ്ങളോടൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും അതൊക്കെ കഴിച്ചുകൂരിയെടുത്ത് വീണ്ടും റീഅസംബിൾ ചെയ്യാനൊക്കെ ഉള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും. നമുക്കൊരു ഹെൻറി ഫോർഡ് സാമ്രാജ്യത്തിന്റെ തലവൻ, ഫോർഡ് ജനറേഷനിലെ ഒന്നാമത്തെ ഫോർഡ് ഹെൻറി ഫോർഡ്, അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് യന്ത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കഴിച്ചുകൂരിയെടുത്ത് ചെയ്തെടുക്കാനുള്ള ആ ഫോർഡ് എന്ന കുട്ടിയുടെ അസാമാന്യമായ ഒരു ഇഷ്ടം ആ ഒരു ഓട്ടോമൊബൈൽ പ്രൊഡക്ഷനിലേക്ക് കടന്നു വരാനും കാർ ഉൽപ്പാദിപ്പിക്കാനും ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഒരു ഓട്ടോമൊബൈൽ ബ്രാൻഡാക്കി ഡെവലപ്പ് ചെയ്യാൻ അതിനെ സാധ്യമാക്കിയത്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ അഭിരുചിയാണ്. രണ്ടാമത്തത് ആ കോഴ്സിന് എത്രത്തോളം സാധ്യത ഉണ്ട്. നമുക്ക് അഭിരുചിയുള്ള ഒരു മേഖല സാധ്യത കുറവാണെങ്കിൽ നമ്മൾ സാധ്യത കൂടുതലുള്ളതിലേക്ക് വരണം. നമ്മുടെ രണ്ടാമത്തെ പ്രയോറിറ്റിയിലേക്ക് നമ്മൾ വരണം. അപ്പോ അഭിരുചിയും സാധ്യതയും നോക്കിക്കൊണ്ട് നമ്മളൊരു കോഴ്സിനെ തിരഞ്ഞെടുക്കണം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +2 3 ഓപ്ഷനാണ്. നമുക്കറിയാം, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഈ 3 ഓപ്ഷൻ നമ്മൾ എടുത്താലും അനന്തമായിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ട് ഈ 3 ഓപ്ഷനിലും. ഞാൻ ആദ്യം തന്നെ ഓരോ 3 +2കാർക്കും, അതായത് ഞാൻ ഓരോ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതിനുശേഷം സമയമുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ആദ്യമായി ഞാൻ സയൻസ് ബ്രാഞ്ചിലേക്ക് വരികയാണ്. സയൻസ് കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +2 സയൻസ് കഴിഞ്ഞാല് സാധാരണ നമ്മൾ പറയുന്ന നമ്മളറിയാം കൺവെൻഷണൽ ആയിട്ട് നമ്മൾ കുറെ മേഖലകൾ ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. എഞ്ചിനീയറിംഗും മെഡിസിനും ഇന്നും ഒരു ട്രെൻഡ് പോലെ ആളുകൾ കാണുകയാണ്. നമുക്കറിയാം, ആളുകളുടെ പ്രൊഫഷണലുകളുടെ ആധിക്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഈ 2 മേഖലയും, എഞ്ചിനീയറിംഗും മെഡിസിനും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് സയൻസ് +2 എടുത്ത കുട്ടിക്ക് ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് എഞ്ചിനീയർ വേണം, ഡോക്ടർ വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് നല്ല മാത്തമാറ്റീഷ്യൻ, നല്ല സയന്റിസ്റ്റ്, നല്ല ജിയോളജിസ്റ്റ്, നല്ല ഡിസൈനർ, നല്ല സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് പ്രൊഫഷണൽസിന് ആവശ്യമാണ്. അപ്പോ എഞ്ചിനീയറിംഗും മെഡിസിനും പറയുമ്പോ ഇന്ന് എഞ്ചിനീയറിംഗ് നമുക്കറിയാം, എഞ്ചിനീയറിംഗിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് IIT ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. IIT ഇന്ത്യയില് ഒരുപാട് IIT-കൾ ഉണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ മിക്ക സംസ്ഥാനങ്ങളിലും ഓരോ IIT-കൾ ഉണ്ട്. ഇന്ത്യയിൽ 40ഓളം IIT-കൾ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ പാലക്കാട് ഉണ്ട്. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ചെന്നൈയിൽ IIT ഉണ്ട്. എഞ്ചിനീയറിംഗിന് ലോകോത്തര തലത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. IIT-യിലേക്ക് നമ്മൾ പോകാനുള്ള മാർഗം എന്ന് പറയുന്നത് +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം JEE എൻട്രൻസ് നമുക്ക് എഴുതാം. JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അതായത് IIT, അതുപോലെ NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. രാജ്യത്ത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും NIT ഉണ്ട്. നമ്മളെ കേരളത്തിൽ കോഴിക്കോട് NIT ഉണ്ട്. അപ്പോ അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇങ്ങനെ 4 മേഖലകളിൽ 3 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയാണ് IIT JEE. അത് എഞ്ചിനീയറിംഗ് ഓരോ സംസ്ഥാനത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. ഗവൺമെന്റ് തലത്തിലുണ്ട്, അതുപോലെ പ്രൈവറ്റ്
കോളേജുകളുണ്ട്. ഗവൺമെന്റ് തലത്തില് നമുക്കറിയാം കൊല്ലം TKM അല്ലെങ്കിൽ തിരുവനന്തപുരം CET, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെ തുടങ്ങിയ മുൻനിര കോളേജുകളുണ്ട്. ഇങ്ങനെയുള്ള മുൻനിര കോളേജുകളുണ്ട്. പിന്നെ സ്വാശ്രയ മേഖലകളില്, ഗവൺമെന്റ് മേഖല കൂടാതെ സ്വാശ്രയ മേഖലകളില് നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് സീറ്റുകൾ എഞ്ചിനീയറിംഗിനുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, എഞ്ചിനീയറിംഗ് കഴിയുന്ന കുട്ടികളില് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു പഠനം പറയുന്നത്, ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന 5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികളില് 15% കുട്ടികൾക്ക് മാത്രമാണ് എംപ്ലോയബിലിറ്റി ഉള്ളത്. ജോബ് ചെയ്യാനുള്ള, വർക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ക്ഷമത. ബാക്കി 85% കുട്ടികളും ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണ് ക്യാമ്പസ് വിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എംപ്ലോയ്മെന്റ്, അവരുടെ കോഴ്സിന് യോജിച്ച എംപ്ലോയ്മെന്റ് കണ്ടെത്താൻ പ്രയാസപ്പെടുന്നു എന്നുള്ളത് റീസെന്റ് ആയിട്ടുള്ള ഒരു പഠനമാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്നതുകൊണ്ട് നല്ല എഞ്ചിനീയേഴ്സിന് ചാൻസ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നല്ല എഞ്ചിനീയേഴ്സിന് അവസരങ്ങളുണ്ട്. എഞ്ചിനീയറിംഗിൽ നമ്മൾ ഏത് ബ്രാഞ്ച് എടുത്താലും, നന്നായി പഠിച്ച് നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവസരങ്ങളുണ്ട്. അത് ഓട്ടോമൊബൈലോ കെമിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ ഷിപ്പിംഗോ എയറോനോട്ടിക്സോ ഏത് ബ്രാഞ്ചും ആവട്ടെ, നിങ്ങൾ നന്നായി സിവിലോ നന്നായി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അവസരങ്ങളുണ്ട്. ഇനി ഞാൻ പോകുന്നത് എഞ്ചിനീയറിംഗിന്റെ ഒരു ടോട്ടൽ പിക്ചർ ഇതാണ്. ഇനി മെഡിസിൻ ആണ്. നമുക്കറിയാം നല്ലൊരു ശതമാനം കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നതാണ് മെഡിക്കൽ എൻട്രൻസ്. മെഡിക്കൽ എൻട്രൻസ് ഇന്ന് മെഡിസിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ AIIMS ആണ്. എയിംസ് എന്ന് പറയും, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എയിംസിന് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. +2 തന്നെയാണ് യോഗ്യത, +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക്. രണ്ടാമത് ഇനി സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം നടത്തുന്നത് പോണ്ടിച്ചേരി ആസ്ഥാനമായിട്ടുള്ള ജിപ്മർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ രാജ്യത്തുടനീളം കോളേജുകളിൽ MBBS-നും BDS-നും അതുപോലെ ഹോമിയോ, യുനാനി, ആയുർവേദ, യോഗ തുടങ്ങിയ മറ്റു ശാസ്ത്ര മേഖലകൾക്കും ഒറ്റ എൻട്രൻസ് ആണ്. നമുക്കറിയാം NEET UG, NEET PG. ഡിഗ്രി കോഴ്സുകൾക്ക് NEET UG, PG കോഴ്സുകൾക്ക് NEET PG. അതുപോലെ ഇനി മറ്റുള്ള മേഖലകൾ എന്ന് പറഞ്ഞാല് ഒരുപാട് മേഖലകൾ വേറെയുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഫാർമസി ആണെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിപ്ലോമ ഉണ്ട്, DPharm. അതുപോലെ ഡിഗ്രി തലത്തിൽ BPharm ഉണ്ട്, 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അതുപോലെ MPharm, ഡിഗ്രി കഴിഞ്ഞ അതിന്റെ PG MPharm ആണ്. അതുപോലെ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് 6 വർഷം കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രീ PhD പ്രോഗ്രാം ഉണ്ട്. അതിന് PharmD എന്നാ പറയുന്നത്. അതായത് ഫാർമസിയില് ഡിഗ്രിയും PGയും അതുപോലെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് കൊടുക്കുന്ന PharmD. അതുപോലെ മറ്റു മേഖലയാണ് ഫിസിയോതെറാപ്പി. അത് ഫിസിയോതെറാപ്പിയില് 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അത് കേരളത്തില് ചുരുക്കം കോളേജുകളിലുള്ളൂ. പക്ഷെ +2 സയൻസ് ബേസ് ചെയ്തിട്ടുള്ള. പിന്നെ മറ്റു മേഖലയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ആകർഷണീയമായ ജോബാണ് നഴ്സിംഗ്. നഴ്സിംഗ് മേഖലയിൽ ഇന്ന് വൻ ഡിമാൻഡ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ വന്ന സിറ്റുവേഷനിലൊക്കെ ലോകതലത്തിൽ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ എടുത്തപ്പോ, ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ ഒരു പഠനം നടന്നപ്പോൾ ലോകത്ത് ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയൊക്കെ കുറവ് ഇന്നും കാര്യമായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ നഴ്സിംഗ് മേഖലയിൽ SSLC ബേസ് ചെയ്തിട്ട് മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു 1.5 വർഷത്തെ നഴ്സിംഗ് കോഴ്സ് ഉണ്ട്, ANM എന്ന് പറയുന്നത്. അതുപോലെ 3 വർഷം ബേസ് ചെയ്തിട്ട് GNM ഉണ്ട്. 4 വർഷത്തെ ഡിഗ്രി BSc നഴ്സിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ MSc നഴ്സിംഗിന് പോവാം. പിന്നെ നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഉണ്ട്.
+2 ബേസ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഡിപ്ലോമ മെഡിക്കൽ ലാബ് ടെക്നോളജി ഉണ്ട്, DMLT എന്ന് പറയും. അതുപോലെ അതിൽ തന്നെ BSc ഉണ്ട് ലാബ് ടെക്നോളജി, ഇതില് BSc MLT ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, പിന്നെ അതുപോലെ നമ്മളുടെ ഒരുപാട് കോഴ്സുകൾ ഈ അനസ്തേഷ്യയുടെ, അതുപോലെ ബ്ലഡ് ബാങ്ക് ടെക്നോളജി, അതുപോലെ എക്സ്റേന്റെ കോഴ്സ്, ഇങ്ങനെ തുടങ്ങി ഒരു ഹോസ്പിറ്റലിൽ വേണ്ട ഒരുപാട് സെഗ്മെന്റുകൾ ഉണ്ട് പാരാമെഡിക്കൽ രംഗത്ത്. അതുപോലെ ഒഫ്താൽമോളജി റിലേറ്റഡ് ആയിട്ടുള്ള, ഒപ്റ്റോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി, ഇങ്ങനെ നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ. നമ്മൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ഡിവിഷനിലും വേണ്ട ടെക്നീഷ്യൻസ് ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ ബ്ലഡ് ബാങ്ക്, അതുപോലെ ഒഫ്താൽമോളജി റിലേറ്റഡ്, ഒപ്റ്റോമെട്രി റിലേറ്റഡ്, അതുപോലെ അനസ്തേഷ്യ റിലേറ്റഡ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ യോഗ്യത +2 സയൻസ് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ യോഗ്യതകൾ വരുന്നത്. അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒക്യുപേഷണൽ തെറാപ്പി മാനസികമായും ശാരീരികമായിട്ടൊക്കെ വൈകല്യമുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു പ്രൊഫഷണൽസ് ആണ് ഒക്യുപേഷണൽ തെറാപ്പി. അതിൽ നമുക്കറിയാം ഓഡിയോളജി കോഴ്സ്, സ്പീച്ച് തെറാപ്പി ഒക്കെ ഉണ്ട്. സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ചെവി കേൾക്കാൻ അതുപോലെ സംസാരിക്കാനൊക്കെ പ്രയാസമുള്ള കുട്ടികളെ അവരെ സംസാരിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ അതൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ജോബാണ്. അപ്പോ ഓഡിയോളജി, സ്പീച്ച് തെറാപ്പിസ്റ്റ് മേഖലയിലൊക്കെ ഉള്ള കോഴ്സുകൾ ഉണ്ട്. അതിൽ BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഉണ്ട്. ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നിരവധി മേഖലകൾ +2 സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മേഖലകളാണ്. ഇനി ഞാൻ തിരിച്ചു വരുന്നത് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ ആദ്യം +2 കൊമേഴ്സിലേക്ക് വരികയാണ്. നിങ്ങൾ +2 നമ്മൾ ഈ മൂന്നിൽ ഏത് സ്ട്രീം എടുത്താലും നമുക്ക് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഞാൻ സയൻസിന്റെ അവസരങ്ങൾ ഒരുപാട് പറഞ്ഞു. അതുപോലെ തന്നെ നിരവധി അവസരങ്ങളുടെ പറുദീസയാണെന്ത് +2 കൊമേഴ്സുകാരുടെയും ഹ്യൂമാനിറ്റീസുകാരുടെയും തുറക്കപ്പെടുന്നത്. അപ്പൊ കൊമേഴ്സ് കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിലുള്ള ഒരുപാട് കോഴ്സുകൾ, അത് ഹൈലി പെയ്ഡ് ജോബുകൾ, ഉയർന്ന, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കരിയറിന്റെ ജോബിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉയർന്ന ശമ്പളം വാങ്ങാൻ പ്രാപ്തമാകുന്ന കോഴ്സുകളാണ് CA, CMA, CS. CA എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ്. CMA മാനേജ്മെന്റ് അക്കൗണ്ടൻസി കോഴ്സ്, CSE കമ്പനി സെക്രട്ടറിഷിപ്പ്. ഈ 3 കോഴ്സുകളും ഒരു കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിൽ നിൽക്കേണ്ട ആളുകളാണ്. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിലും മിഡിൽ ലെവൽ മാനേജ്മെന്റിലും നിൽക്കുന്ന പ്രൊഫഷണൽസിന് വേണ്ട ക്വാളിഫിക്കേഷൻ ആണിത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കോഴിക്കോടോ കൊച്ചിയിലൊക്കെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 50,000 മിനിമം, 50,000 മുതൽ 75,000 വരെ മിനിമം സ്റ്റാർട്ടിങ്ങിൽ അച്ചീവ് ചെയ്യാവുന്ന പ്രൊഫഷൻസ് ആണ് CA, CS, CMA. കുറഞ്ഞ കാലം കൊണ്ട് ലക്ഷങ്ങളിലേക്ക് നമ്മളെ ശമ്പളം മാറുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷനാണ്. അതിൽ നിങ്ങൾക്ക് വൻകിട കമ്പനികളിൽ ജോബ് എടുക്കുക മാത്രമല്ല, CA, CMA എന്ന് പറയുന്നത് അക്കൗണ്ടിങ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിൽ ലീഡർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ്. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ്, ഫൈനാൻഷ്യൽ, ലീഗൽ കാര്യങ്ങൾ നോക്കുന്ന ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന മറ്റൊരു ഒഫീഷ്യലാണ്. ഈ ഒരു കോഴ്സിന് +2 കഴിഞ്ഞാൽ ഈ കോഴ്സിന് പോകാം. ഇത് കൊമേഴ്സിന്റെ മേഖലകളാണ്. പക്ഷെ ഇത് കൊമേഴ്സുകാർക്ക് മാത്രമല്ല, സയൻസ് കഴിഞ്ഞവർക്കും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കൊക്കെ ഇതിന് പോകാം. ഈ കൊമേഴ്സ് പ്രൊഫഷൻ ആണെങ്കിലും ഇത് ഏത് ജോബുകാർ, ഏത് +2കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഫിനാൻസില് ഓഡിറ്ററും കൺസൾട്ടന്റ് ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും CA, CMA കഴിഞ്ഞ ആളുകൾക്ക്. അതുപോലെ CS കഴിഞ്ഞ ആളുകൾക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു പ്രൊഫഷണലായി ആരുടെ മുമ്പിലും തലകുനിക്കാതെ നമുക്ക് കോഴിക്കോടോ അല്ലെങ്കിൽ നമ്മളെ തിരൂര്, മഞ്ചേരിയൊക്കെ ഓഫീസ് ഇട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വലിയ കമ്പനികളിൽ ഉന്നത ശമ്പളത്തോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ +2 കഴിഞ്ഞാൽ തന്നെ നേരിട്ട് എൻറ്റർ ചെയ്യാം. +2 SSLC കഴിഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കുക, +2 കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ +2 പഠിക്കുക.
ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുകൾക്ക് പ്രധാനമായും 3 മേഖലകളാണ് ഈ കോഴ്സുകൾക്കുള്ളത്. 1 ഫൗണ്ടേഷൻ, 2 ഇന്റർമീഡിയറ്റ്, 3 ഫൈനൽ. ഇങ്ങനെ മൂന്ന് സ്റ്റേജുകളുണ്ട്. 3 സ്റ്റേജാണുള്ളത്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. അപ്പോ ഇത് കൊമേഴ്സുകാർക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള ദൈർഘ്യത്തിനിടയിൽ 3 to 5 ഇയേഴ്സിനുള്ളിൽ വളരെ കുറച്ച് നന്നായി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷനിലേക്ക്, നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ സഹായിക്കുന്ന 3 കോഴ്സുകളാണ്. അതുപോലെ മറ്റൊരു മേഖലയാണ് BBA, ബികോം, BBA 2 ഡിഗ്രി. അതിന് തുല്യമായ മറ്റു പേരിലും കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും ജനറലായിട്ട് BBA, ബികോം ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. കൊമേഴ്സിലുള്ള ഡിഗ്രിയാണ് ബികോമും BBAയും. BBA പ്രാധാന്യം നൽകുന്ന മാനേജ്മെന്റിനാണെങ്കിൽ ബികോം കുറച്ച് പ്രാധാന്യം കൂടുതൽ നൽകുന്നത് അക്കൗണ്ടിംഗ് മേഖലക്കാണ്. അപ്പോ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലിയിൽ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ബികോം ഏറ്റവും നല്ല ഓപ്ഷനാണ്. ഒരു കമ്പനിയിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിലോ മാർക്കറ്റിംഗിലോ ഒക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് BBA നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ BBA കഴിഞ്ഞു കഴിഞ്ഞാല് BBA ആണ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആണ്. ബികോം കഴിഞ്ഞാൽ MCOMന് പോവാം. അതുപോലെ BBA കഴിഞ്ഞാൽ MBAക്ക് പോകാം. ഇതറിയാം, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്. അതായത് കമ്പനികളുടെ മാനേജീരിയൽ പോസ്റ്റുകളിലേക്ക് എത്താൻ മാനേജീരിയൽ പോസ്റ്റുകൾ വഹിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന കോഴ്സാണ് ഈ BBA, MBA കോഴ്സുകൾ. മാനേജ്മെന്റ് കോഴ്സുകള് നിങ്ങൾ ഒരു അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ഒരു കമ്പനി ജോയിൻ ചെയ്തിട്ട് ആ കമ്പനിയുടെ ഏറ്റവും തലപ്പത്ത് നിങ്ങൾ CEO വരെ എത്താൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന കോഴ്സാണ് മാനേജ്മെന്റ് കോഴ്സുകൾ. അതുപോലെ സ്വന്തമായി ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ്, ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ ബിസിനസ്സുകാർക്ക് വിദഗ്ധമായ ഉപദേശം നൽകുന്ന, അവരെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന, വിദഗ്ധ ഉപദേശം നൽകുന്ന മാനേജ്മെന്റ് കൺസൾട്ടന്റുമാർക്ക് വലിയ സാധ്യതയാണ് ഇനിയുള്ള കാലത്തുള്ളത്. അതുപോലെ സ്വന്തമായി ഒരു എന്റർപ്രണറായി നമുക്കറിയാം, ഒരു സ്വന്തമായ ഒരു ബിസിനസ്മാൻ ആവാൻ, ഒരു എന്റർപ്രണർ ആവാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് നൽകുന്ന കോഴ്സാണ് BBA, MBA കോഴ്സുകൾ. അപ്പോ ബികോം, MCOM ആയാലും അതിനേക്കാൾ ഒന്നുകൂടി ബിസിനസ് മാനേജ്മെന്റിന് പ്രയോറിറ്റി കൊടുക്കുന്നത് BBA, MBA കോഴ്സുകളാണ്. MBA എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെന്റിൽ സ്പെഷ്യലൈസ്ഡ് PG കോഴ്സാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാനേജ്മെന്റ് കോഴ്സ് നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാലയം നിങ്ങൾ തിരഞ്ഞെടുക്കണം. എഞ്ചിനീയറിംഗ് നമ്മൾ IIT പറഞ്ഞ പോലെ മാനേജ്മെന്റിന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ IIM ആണ്. ഇന്ത്യയുടെ അഭിമാന സ്തംഭം, ലോകതലത്തിലുള്ള ഇന്ത്യയിലെ വേൾഡ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIM. ഇന്ത്യയിലെ ഏറ്റവും ലോകത്തിലെ ബെസ്റ്റ് 100 യൂണിവേഴ്സിറ്റികൾ, ബെസ്റ്റ് 100 യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ്, ഏത് സർവേ പ്രകാരം വന്നാലും അവിടെ ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ആ ലിസ്റ്റിൽ ഇല്ലെങ്കിലും IIM അഹമ്മദാബാദ്, IIMകളിൽ ഇന്ത്യയിൽ വരുന്ന 30ഓളം വരുന്ന IIMകളിൽ 20ൽ കൂടുതൽ IIMകൾ ഇന്ത്യയിലുണ്ട്. ഈ IIMലെ മികച്ച IIM ആണ് IIM അഹമ്മദാബാദ്. അപ്പൊ ഈ IIMകളിൽ നിന്ന് നിങ്ങൾക്ക് MBA എടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ടായി നിങ്ങൾക്ക് മാറാൻ പറ്റും. മൾട്ടിനാഷണൽ കമ്പനികളുടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഒക്കെ തലപ്പത്തെത്താൻ, അവിടെയൊക്കെ ടോപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് IIM കോഴ്സ് നിങ്ങളെ പ്രാപ്തമാക്കും.
IIM-ന്റെ MBA കോഴ്സ് നിങ്ങളെ പ്രാപ്തമാക്കും. അതിന് നിങ്ങൾ എഴുതേണ്ടത്, IIM-ലേക്ക് എത്താൻ നിങ്ങൾ എഴുതേണ്ടത് CAT എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. IIM-ന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരാൻ പോവാണ്. സെപ്റ്റംബർ 5-ന് IIM-ന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് CAT. CAT പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. IIM-ൽ CAT പരീക്ഷയ്ക്ക് എഴുത്തു പരീക്ഷയും അതിനെ ബേസ് ചെയ്തിട്ട് ഇന്റർവ്യൂ ഉണ്ട്. ഈ എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂ, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, റിട്ടൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ, ഈ 3 റൗണ്ട് ബേസ് ചെയ്തിട്ട് തീരുമാനമാവുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറെ IIM കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ചില മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അതായത് ജാംഷഡ്പൂരിലെ XLRI, അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ MBA ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ തുടങ്ങിയ ഇന്ത്യയിലെ ചില പ്രീമിയർ MBA ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ MBA ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MBA ഡിപ്പാർട്ട്മെന്റ്, കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നിരവധി MBA കോളേജുകൾ ഉണ്ട്. അവിടേക്കൊക്കെ നിങ്ങൾക്ക് എൻട്രൻസിന് നിങ്ങൾ എഴുതേണ്ടത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം നടക്കുന്ന മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന MAT ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ അവർ സ്വന്തമായി ടെസ്റ്റ്, അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം എഴുതേണ്ടി വരും. ഇതാണ് മാനേജ്മെന്റ് കോഴ്സുകൾ. അതുപോലെ മറ്റൊരു പ്രധാന അവസരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ മാനേജ്മെന്റ് മേഖലയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ BBA MBA നിങ്ങൾക്ക് ചെയ്യാം. ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG നിങ്ങൾക്ക് ബിസിനസ് മാനേജ്മെന്റിൽ ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് 2 ഓപ്ഷനാണ്. ലോകത്തിലെ പ്രശസ്തമായ വേൾഡിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പോയിക്കൊണ്ട് യൂറോപ്പിലോ US-ലോ ഒക്കെ പോയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞെടുത്ത് നമുക്ക് നമ്മളെ മാനേജ്മെന്റ് പഠനം നടത്താം. നമ്മളെ കേരളത്തിൽ നിന്നും, അത് പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് കുട്ടികൾ യൂറോപ്പിലും US-ലൊക്കെ പോയിട്ട് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ കരസ്ഥമാക്കുന്നുണ്ട്. മറ്റു പല കോഴ്സുകളും ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ പ്രത്യേകമായും താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ കോസ്റ്റ്ലിയാണ്. കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് നല്ല ഓപ്ഷനാണ്. അതേ സമയത്ത് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ നമ്മളെ കേരളത്തിലും നമുക്ക് ചെയ്യാൻ അവസരങ്ങൾ ഇന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ UK ബേസ് ചെയ്തിട്ടുള്ള എഡെക്സൽ എന്ന് പറയുന്ന അവാർഡിംഗ് ബോഡി, ബ്രിട്ടീഷ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ BTEC അപ്രൂവ് ചെയ്തിട്ടുള്ള എഡെക്സൽ എന്ന് പറയുന്ന അവാർഡിംഗ് ബോഡി അംഗീകരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് കേരളത്തിലുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ UK എഡ്യൂക്കേഷൻ നൽകുന്ന ഇന്ത്യയിലെ MBA കോളേജുകളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട UK ഫോറിൻ MBA കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മളെ കോട്ടക്കൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ദ ബി സ്കൂൾ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ദ ബി സ്കൂൾ ഇന്റർനാഷണൽ, ദ ബിസിനസ് സ്കൂൾ ഇന്റർനാഷണൽ, ബി സ്കൂൾ എന്ന് വിളിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിങ്ങൾക്ക് BBA MBA ഓപ്ഷൻ ഉണ്ട്. BBA MBA ഓപ്ഷൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ BBAയും MBAയും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ MBAയുടെ അവസാനത്തെ സെമസ്റ്റർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ടോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിഗ്രി ഫൈനൽ ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UK-ൽ പോയിട്ട് അല്ലെങ്കിൽ UK യൂണിവേഴ്സിറ്റീസിന്റെ, UK മാത്രമല്ല UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പോവാം. യൂറോപ്പിലെ കൺട്രീസിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ UK യൂണിവേഴ്സിറ്റീസിന്റെ മലേഷ്യ, അതുപോലെ UAE തുടങ്ങിയ ഓഫ് ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കാം. ലോകത്തിലെ 100-ും 150-ഉം രാജ്യങ്ങളിലെ പൗരന്മാർ പഠിക്കുന്ന മൾട്ടി കൾച്ചറൽ, മൾട്ടിനാഷണൽ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കാനും വലിയ എക്സ്പോഷർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ചെയ്തിട്ട് തേർഡ് ഇയർ നിങ്ങൾക്ക് ഈ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ടോപ്പപ്പ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PG ഡിഗ്രി ഫൈനൽ ഇയർ ടോപ്പപ്പ് ചെയ്യുന്നതിന് പകരം ഡിഗ്രിയും PGയും ഇവിടെ തന്നെ ചെയ്തുകൊണ്ട് PGയുടെ ഫൈനൽ സെമസ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് UK-ല് അല്ലെങ്കിൽ പറഞ്ഞ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ടോപ്പപ്പ് ചെയ്യാം. ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ സെമസ്റ്റർ ടോപ്പപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് UK-ലെ അല്ലെങ്കിൽ
കാനഡയിലെ യൂറോപ്യൻ കൺട്രീസിലെ ഒക്കെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ ബിരുദം, ബിരുദാനന്തര ബിരുദമൊക്കെ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. MBA കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതിനുള്ള നല്ലൊരു ഓപ്ഷനാണ് കോട്ടക്കൽ ബേസ് ചെയ്തിട്ടുള്ള ബി സ്കൂൾ ഇന്റർനാഷണൽ നൽകുന്നത്. അവിടെ ഫോറിൻ MBA മാത്രമല്ല, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും അതുപോലെ ഇന്ത്യൻ MBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞത് മാനേജ്മെന്റ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നിരവധി മേഖലകൾ തിരഞ്ഞെടുക്കാം കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഹ്യൂമാനിറ്റീസ് വരികയാണ്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്ക് നിരവധി ബ്രാഞ്ചുകളുണ്ട്. അതായത് അവർക്ക് +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് എക്കണോമിക്സ്, ഹിസ്റ്ററി, അതുപോലെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, സോഷ്യോളജി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സബ്ജക്റ്റുകൾ. അതിൽ അവർക്ക് BA ചെയ്യാം. അതുപോലെ ലാംഗ്വേജ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഇങ്ങനെ തുടങ്ങിയ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അടക്കം ലാംഗ്വേജുകളിൽ അവർക്ക് BA ചെയ്യാം. ഈ BA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജേർണലിസം ഓപ്ഷൻ എടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ജേർണലിസം PGക്ക് പോകാൻ പറ്റും. ആളുകൾക്കും ജേർണലിസം PGക്ക് പോകാം. ജേർണലിസം PG മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം MCJ എന്ന് പറയുന്ന കോഴ്സാണ്. ജേർണലിസം PG MCJ എന്ന് പറയുന്ന കോഴ്സാണ്. ഈ MCJക്ക് പോവാൻ ഹ്യൂമാനിറ്റീസ്, ഡിഗ്രി, PG നല്ലൊരു ഓപ്ഷനാണ്. ഡിഗ്രി മതി. ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് പോകാം. ജേർണലിസത്തിന് പോകാം. ജേർണലിസത്തിൽ ഡിപ്ലോമ ഉണ്ട്. PG ഡിപ്ലോമ ചെയ്യാം ഡിഗ്രി കഴിഞ്ഞവർക്ക്. അതുപോലെ PG ഡിഗ്രിയും ചെയ്യാം. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ്, ഇന്ത്യയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റീസ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾ ആണ് സിവിൽ സർവീസ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല. ഇന്ത്യയിൽ സിവിൽ സർവീസിന് യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. ഏത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കും എനി ഡിഗ്രി ബേസിൽ എന്ത് ചെയ്യാം, സിവിൽ സർവീസിന് പോകാം. പക്ഷെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്ക് നല്ല സാധ്യതകളുണ്ട്. കാരണം അവിടെ സിവിൽ സർവീസിന്റെ ഓപ്ഷണൽ സബ്ജക്റ്റുകളായിട്ട് കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നത് എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകളാണ്. സിവിൽ സർവീസിന് പ്രിലിമിനറി, മെയിന്, അതുപോലെ ഇന്റർവ്യൂ, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അത് ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും ഓപ്റ്റ് ചെയ്യാം. പക്ഷെ സിവിൽ സർവീസ് എയിം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷൻ അവർക്ക് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഡിഗ്രി എടുക്കുന്നതാണ്. അതേ സമയത്ത് കോമേഴ്സോ സയൻസോ മറ്റേത് ഡിഗ്രി, ഇനി ബിടെക്കോ MBBS ഏത് ചെയ്തവർക്കും അവരുടെ ഡിഗ്രിക്ക് ശേഷം സിവിൽ സർവീസ് ഓപ്റ്റ് ചെയ്യാം. എല്ലാവർക്കും അത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ സബ്ജക്റ്റുകളിൽ ടീച്ചിങ് എന്ന് പറയുന്ന മേഖല എല്ലാ കോഴ്സുകൾക്കും അതാത് സബ്ജക്റ്റിന്റെ ടീച്ചിങ് മേഖലയിലേക്ക് തിരിയാം. ഡിഗ്രി PG കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിലും നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് B.Ed ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈസ്കൂളിൽ ടീച്ചർ ആവാം. ഇനിയിപ്പോ അതിൽ പരിഷ്കരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ ലെവലിൽ ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് PG B.Ed വേണ്ടി വരും. UP തലത്തിലാണെങ്കിൽ നമുക്ക് ഡിഗ്രി B.Ed അല്ലെങ്കിൽ ഡിഗ്രിയോ TTC മതി. ഹൈസ്കൂളിലാണെങ്കിൽ നമുക്ക് TTC മാത്രം മതി. അല്ലെങ്കിൽ TTCക്ക് തുല്യമായ ഇന്നത്തെ TTC ഇപ്പൊ TTC D.Ed എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ നമുക്ക് കോളേജ് തലത്തില് +2 തലത്തിലേക്കാണെങ്കിൽ ഏത് സബ്ജക്റ്റിലും നമുക്ക് ഡിഗ്രിയും PGയും B.Edഉം കഴിഞ്ഞ് +2 അധ്യാപകനാവാം. അതുപോലെ കോളേജ് തലത്തിലാണെങ്കിൽ നമുക്ക് ഇന്ന് PG കഴിഞ്ഞ് നെറ്റ് UGC നെറ്റ് എഴുതി കഴിഞ്ഞാൽ, നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോളേജ് ലെക്ചറർ ആവാനുള്ള PSC എഴുതാൻ പറ്റും. ഇനി 2022 മുതൽ PhD നിർബന്ധമാവാൻ പോകുന്നതിന്റെ പോവാണ്. അപ്പൊ കോളേജ് തലത്തിൽ ടീച്ചിങ് ആഗ്രഹിക്കുന്ന ആളുകള് PhDയും കൂടി അവര് മനസ്സിൽ കാണേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി മേഖലകള് എല്ലാ കോഴ്സ് കഴിയുന്ന ആളുകൾക്കുമുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം നമ്മള് ഇനി നിങ്ങൾക്ക് ഇന്ററാക്ഷൻസ്, ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്. എന്റെ ഈ സെഷന് ഫേസ്ബുക്ക് ലൈവിലൂടെയും ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ ഉള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഡയറക്റ്റ് നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. റബി
ഇനി ഇന്ററാക്ഷന് സമയം കൊടുക്കാം. അല്ലാതെ അങ്ങനെ ആളുകളും കുറവാണ്. ഫേസ്ബുക്ക് ലൈവ് ആളുകൾ കാണുന്നുണ്ടല്ലോ. ചോദിച്ചോളൂ. ആ ഏറ്റവും നല്ലത് BSc MLT എടുക്കുകയാണ്. കാരണം ഒരു ലാബ് നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട ഒരു ലാബില് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിന്റെ ഒരു ലാബിലൊക്കെ അവിടെ ഹെഡായിട്ട് അവര് ഡിപ്ലോമക്കാരനും ഒരു BSc-കാരനും ഉണ്ടെങ്കിൽ ആ ഡിഗ്രി ഹോൾഡർക്കാണ് അവിടെ കൂടുതൽ ചാൻസ് കിട്ടുക. പ്രൊമോഷനൊക്കെ സാധ്യത ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ്. ഇനി ആരാ ചോദിക്കുന്നത്? ഓക്കെ വെൽക്കം. റിപ്ലൈ ചെയ്യില്ല. നമ്മള് പെയ്ഡ് പ്രൊമോഷൻ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ചെയ്യുന്നത് 10-35 രജിസ്ട്രേഷൻ കുട്ടികൾക്ക് വന്നിരുന്നു. നമുക്ക് എല്ലാവരും വിളിച്ച് പേഴ്സണലായിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചൊക്കെ ചെയ്താണ്. പിന്നെ ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഞാനിന്റെ ക്ലോസിംഗിലേക്ക് ഞാൻ കിടക്കും. ഒരു 5 മിനിറ്റ് ക്ലോസിംഗ് ഉണ്ട്. ഒരു 5 മിനിറ്റ് കൂടി സംസാരിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. അപ്പൊ ആർക്കെങ്കിലും നിങ്ങളുടെ ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ കാര്യത്തിലോ പിന്നെ ഒക്കെ ചോദിക്കാം. ഞാനും ചോദിക്കുന്നില്ല എന്ന് കരുതുന്നു. നമ്മള് ഇനി ഞാനെന്താ വെച്ചാൽ എന്റെ നമ്പർ ഞാന് വിസ്മയ ക്ലബിന്റെ ഭാരവാഹികൾക്ക് എന്റെ നമ്പർ പാസ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാണ്. പിന്നെ ആവശ്യമുള്ള ആളുകൾ നമ്മളെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് പിന്നെ ഇർഷാദ് ഭായിയും അതുപോലെ റബിയും ഒക്കെ അവിടെ ഉണ്ട്. അതിന്റെ മറ്റു അവരെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്നോട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്യാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാം. അപ്പോൾ ആ ഒരു നമ്പർ ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. നമ്പർ നോട്ട് ചെയ്യുക. 9895188080. ഞാൻ ഒന്നുകൂടി പറയാണ്. 9895 188080. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മളെ സ്റ്റുഡൻസ് എക്സലന്റ് ആവാനുള്ള കുറെ കാര്യങ്ങൾ ഞാൻ വളരെ മോട്ടിവേറ്റിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങളുമായി സ്റ്റുഡന്റിന് ആ 3+2 ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാലും നിരവധി മേഖലകൾ ഇവിടെ വരച്ചു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇൻഡിവിജ്വലായിട്ട് ഡൗട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വലായിട്ട് ഡൗട്ടുള്ള ആളുകൾക്ക് ഉണ്ടോ? കയ്യിലുണ്ടോ നോക്കി. എന്റെ കൈയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് ആ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
രണ്ടാമത് കോഴ്സിന്റെ വിവിധ മേഖലകളിലേക്ക് നമ്മൾ പോയി. നമ്മളെ കുട്ടികള് പഠനത്തോടൊപ്പം അവിടെ സ്കിൽസും കൂടി ഡെവലപ്പ് ചെയ്യാം. അവരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും ആളുകളുമായി ഇടപഴകാനുള്ള കഴിവും ഒക്കെ ആ രീതിയിൽ അവർക്ക് ലീഡർഷിപ്പ് എടുക്കാനുള്ള കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരെ പഠനത്തോടൊപ്പം മുന്നോട്ട് പോയി അവർക്ക് സ്മാർട്ട് ആവാൻ സാധിച്ചാൽ അവർക്ക് ഒരുപാട് മുന്നോട്ട് പോവാൻ, അവരുടെ കരിയറിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് സാധിക്കും. ലൈവിലാണുണ്ടോ? ഒരു 7 ആൾക്കാരുണ്ട്. നമുക്ക് എറണാകുളത്തെ കോട്ടയം ജില്ലയിലെ കരിമണ്ണൂർ സ്വദേശിയായ ഒരു പെൺകുട്ടി 2 കാലുകളുമില്ലാതെ ജനിച്ചു വീണ ഒരു പെൺകുട്ടി സ്വന്തം കുടുംബത്തിന് തന്നെ ബാധ്യതയായി തോന്നുന്ന ഒരു സ്റ്റേജ്. ജനനം നടന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വളരെ സ്റ്റക്കായി തളർന്നുപോയി. ആ കുട്ടിയുടെ രൂപം കണ്ട സമയത്ത് ആ കുട്ടിയെ ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടപ്പോ ഞങ്ങളെ കുട്ടിയെ ഞങ്ങൾ വളർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛനും അമ്മയും ആ കുട്ടിയെ വളർത്തുന്നു. 2 കാലത്ത് ആ കുട്ടി ഇന്ന് ആ കുട്ടിയുടെ SSLCക്ക് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങുകയും +2 നല്ല മാർക്ക് വാങ്ങുകയും ഒരു ഗ്രാഫിക് ഡിസൈനറായി മാറാനും ആ കുട്ടിക്ക് സാധിച്ചു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കൊച്ചിയിലെ ഒരു കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി ആ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യാണ്. 2 കൈകളുമില്ലാത്ത ആ പെൺകുട്ടി ഇന്ന് സ്പെഷ്യൽ ലൈസൻസ് വാങ്ങിക്കൊണ്ട് കാർ ഓടിച്ചുകൊണ്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. അത് അപൂർവമായി ബാധിക്കുന്ന ഒരു വൈകല്യമാണ് 2 കൈകളുമില്ലാതെ ജനിച്ചു വീഴുക എന്നുള്ളത്. ഈ 2 കൈകളുമില്ലാതെ ജനിച്ചു വീണ കുട്ടിക്ക് SSLCക്കും +2നും മികച്ച മാർക്ക് വാങ്ങാനും ഒരു ഡിഗ്രി കഴിഞ്ഞ് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഡിഗ്രി കഴിഞ്ഞ് ഗ്രാഫിക് ഡിസൈനറായി ഇന്ന് കൊച്ചിയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനും പ്രാപ്തമാക്കിയത് ആ കുട്ടിയുടെ നിശ്ചയദാർഢ്യമാണ്. നെവർ ടു സേ ഡൈ സ്പിരിറ്റ്. ഞാൻ ഒരിക്കലും തളരില്ല, ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല, ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയാണ് ജിലുമോൾ തോമസ് എന്ന് പറയുന്ന ആ കോട്ടയം ജില്ലയിലെ കരിമണ്ണൂർ സ്വദേശിയായ ആ പെൺകുട്ടിയെ ഗ്രാഫിക് ഡിസൈനറായി ഇന്ന് കൊച്ചിയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പ്രാപ്തമാക്കിയത്. നമുക്ക് ഒരു വൈകല്യങ്ങളും ഇല്ലാഞ്ഞിട്ട് പോലും ഒരുപാട് സാധ്യതകളും ഉണ്ടായിട്ടും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ എത്രത്തോളം നമ്മൾ മെനക്കെടുന്നുണ്ട്. നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കലാം സാറ് പറഞ്ഞ ആദ്യത്തെ ഒരു കോട്ടിങ്ങിലേക്ക് തിരിച്ചു വരികയാണ്. ലക്ഷ്യബോധത്തോടു കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് സ്ഥിരോത്സാഹത്തോടു കൂടി നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ മെനക്കെടുകയാണെങ്കിൽ, നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കരിയറിൽ ഏതൊരു പൊസിഷനിലും നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. 2 കൈകളുമില്ലാത്ത ജിലുമോൾ തോമസ്, ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് ലൈസൻസ് കൊടുക്കാൻ പോലും അങ്ങനെ ഒരാൾക്ക് ലൈസൻസ് കൊടുക്കാൻ നിയമമില്ല. ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തി ഹൈക്കോടതി നിർദ്ദേശത്തിനനുസരിച്ച് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് കൊടുത്ത് ഇന്ന് ആ പെൺകുട്ടി സ്വന്തം കാർ ഓടിച്ചുകൊണ്ടാണ് ഓഫീസിൽ വരുന്നത്. ആ ഒരു ജിലുമോൾ തോമസ് എന്ന പെൺകുട്ടിക്ക് ജീവിതത്തിൽ അങ്ങനെ എത്താൻ സാധിച്ചെങ്കിൽ, നമ്മൾ പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, നമ്മളുടെ ശേഷികളും കഴിവുകളും പരിപോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പൊസിഷനിലും നമുക്ക് എത്താൻ സാധിക്കും. ഈ ഒരു സെഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, സ്റ്റുഡൻസിനും പാരന്റ്സിനും ഒക്കെ, അവർക്കൊക്കെ പാരന്റ്സിന് സ്വന്തം കുട്ടികളെ നല്ല രീതിയിൽ അവരെ അഭിരുചി മനസ്സിലാക്കി നല്ല രീതിയിൽ വഴി നടത്താൻ സാധിക്കട്ടെ. സ്റ്റുഡൻസിനൊക്കെ മികച്ച വിജയങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. വളരെ മാതൃകാപരമായി ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഓൺലൈനിലൂടെ ഈ കോവിഡ്-19 നിയന്ത്രിതമായ സാഹചര്യത്തിലും ഈ ഒരു മാതൃകാപരമായി ഇങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് മീറ്റ് സംഘടിപ്പിച്ച ചെറുമുക്ക് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വിസ്മയ കലാകായിക വേദിയെ
ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിന്റെ മുഴുവൻ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരോടുള്ള എല്ലാ കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഈ ഒരു സെഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും ഒരിക്കൽ കൂടി സന്തോഷം